പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പറയുന്നതിനായി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷിജി സ്റ്റാനി ഡിസൂസ. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷിജി സ്റ്റാനി ഡിസൂസായ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമീപിച്ചൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ പേര് ഷിജി സ്റ്റാനി ഡിസൂസ. ഹസ്ബൻഡ് പാസ്റ്റർ സ്റ്റാനി ഡിസൂസ. ഒരു മകളുണ്ട്, സ്റ്റേഷ്യ ഷാരോൾ ഡിസൂസ. ഞാൻ കർണാടകയുടെ പ്രദേശത്ത് ചിക്കമംഗളൂർ ജില്ലയിൽ ബാലഹന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. IPCയോടുള്ള ബന്ധത്തിൽ ചർച്ച് മിനിസ്ട്രിയിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. ഓക്കെ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിയല്ല എൻ്റെ കുടുംബം. എന്നാൽ എൻ്റെ ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞാൻ യാക്കോബായ സമുദായത്തിലെ മാതാപിതാക്കളാൽ ജനിച്ചു. എന്നാൽ വളർത്തപ്പെട്ടത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണ്. ഗ്രാൻഡ് പേരൻസിനോട് ഒരുമിച്ച് എൻ്റെ അപ്പച്ചനോടും അമ്മയോടും, അതുപോലെ അവിടെ വലിയ ഫാമിലി ആയിരുന്നു. എൻ്റെ പിതാവാണ് ഒന്നാമത്തെ ആള്. അതിന് താഴെ 4 ചാച്ചന്മാരും 4 ആന്റിമാരും ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഭവനത്തില് ഞാൻ വളർത്തപ്പെട്ടത്. എൻ്റെ 3.5 വയസ്സിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം എൻ്റെ മാതാപിതാക്കളെ അയച്ച് അവിടെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ആയിരുന്നത്. ഏറെ സന്തോഷം തരുന്ന അനുഭവങ്ങളായിരുന്നു ആ ഒരു കാലഘട്ടത്തിന്റെ ഇതെന്ന് ഞാൻ ഓർക്കുന്നു. കാരണം എൻ്റെ പിതാവും എൻ്റെ മാതാവും മറ്റൊരു സ്ഥലത്ത് ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. പിന്നെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ഉത്തരവാദിത്തങ്ങളൊന്നും നന്നായി ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ 3.5 വയസ്സിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ആയിരുന്നത്. ആ ദേശം പോത്തനക്കാടിന്റെ പ്രദേശത്താണ്, ചാത്തമറ്റ എന്ന് പറയും. അവിടെയാണ് എൻ്റെ ആ ഒരു സമയം മുതൽ ഓർമ്മകളെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രായമാണല്ലോ. അങ്ങനെ ഞാൻ ആദ്യത്തെ കൊച്ചുമകളായതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ ചാച്ചന്മാര് ആന്റിമാര് അവരുടെ എല്ലാം ഏറെ സ്നേഹം. വല്യപ്പച്ചനായാലും വല്യമ്മച്ചിയായാലും ആദ്യത്തെ കൊച്ചുമകൾ എന്ന ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് എൻ്റെ ബാല്യകാലമൊക്കെ ആയിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലവും ഞാൻ നന്നായി ഓർക്കുന്നു. അന്നൊക്കെ ഓല വരയ്ക്കുന്ന ആശാൻകളരിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ്. മണലിലൊക്കെയാണ് ഞാൻ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ചത്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ആശാൻകളരിയിൽ വിടാനും നല്ല ആ ആശാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തില് ആ ദേശത്ത് ആ ഒരാളെ ഉണ്ടായുള്ളൂ. അപ്പൊ ആ ആദ്യാക്ഷരമൊക്കെ പഠിച്ചതും ഓല വരച്ചതും അന്ന് ഏറ്റവും നന്നായി തന്നെ നല്ലൊരു അനുഗ്രഹകരമായ ഓല വരയൊക്കെ ആക്കി തീർത്തു. അതെന്റെ ഏറ്റവും നല്ലൊരു ഓർമ്മയായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് ഇന്നത്തെ അംഗൻവാടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ. എന്നാൽ ഇതെല്ലാം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. അതുപോലെ പിന്നെ എൻ്റെ തുടർ വിദ്യാഭ്യാസവും ഞങ്ങളുടെ വീടും സ്കൂളും ഒരേ ഇതാണ്. ഞങ്ങളുടെ വീട്ടില് ഇരുന്നാൽ തന്നെ ചിലപ്പോൾ ക്ലാസ്സുകൾ നടത്തുന്നത് പോലും നമുക്കുടെ വീട്ടിൽ അറിയാം. അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ സ്കൂളും ഒക്കെ ആയിട്ട്. അങ്ങനെ ആ ദേശത്തില് ആ സ്കൂളില് എൻ്റെ 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചു. കൂട്ടുകുടുംബം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല. എന്നാൽ പോലും സ്വയമായും ഒക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളും കടന്നു വന്നുകൊണ്ടിരുന്നു. ആ സമയങ്ങളില് എനിക്ക് എൻ്റെ ജീവിതത്തില് ഏറ്റവും
ഓർമ്മയിൽ കിടക്കുന്ന ചില വിഷയങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിലുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യമല്ല അന്നത്തെ സ്കൂൾ എന്ന് പറയുന്നത്. ആൺകുട്ടികളോ പെൺകുട്ടികളോ അങ്ങനെ വേർതിരിവില്ല, ടീച്ചേഴ്സ് വേർതിരിവില്ല, അവരെല്ലാം ഒരു ഭവനം പോലെ. നമ്മളുടെ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മകളെ എങ്ങനെ കൊണ്ടുപോകുന്നു അതേപോലെ ഒരു ഭവന അന്തരീക്ഷമായിരുന്നു. ഒരാൾക്ക് ഒരു ബലഹീനത ഉണ്ടെങ്കിൽ പഠിപ്പിൽ കുറച്ച് പുറകിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആൺപെൺ വർഗ ആ വർണ്ണ വിവേചനം അവിടെ ഒന്നും കാണിക്കത്തില്ല. ഒരു മിഠായി അന്നൊക്കെ അത്ര സാമ്പത്തികമായ ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ഒരു മിഠായി ഒരു കുട്ടി കൊണ്ടുവരണമെങ്കിൽ ആ ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ടോ അങ്ങനെ ഷെയർ ചെയ്ത് ആ സ്നേഹം പരസ്പരം ഒന്ന് അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ കുടുംബം കൃഷിയുടേതായിരുന്നു. അപ്പച്ചനും അമ്മയും ചാച്ചന്മാരെല്ലാം എപ്പോഴും അതാത് കാലത്തിലുണ്ടാകുന്ന കൃഷി ഇനങ്ങൾ നടുതലയായാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ പശു വളർത്തല് അങ്ങനെ എല്ലാം ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുല്ല് അറക്കാൻ പോയൊരു സന്ധ്യയെങ്കില് ആന്റിമാരോടും എൻ്റെ വല്യമ്മച്ചോടും ഒരുമിച്ച് പോയ സമയത്ത് ഞാനിങ്ങനെ അന്ന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയം, ആ സമയത്ത് ഞാൻ ഒരു കല്ല് കെട്ടിയ മതിലായിരുന്നു, അതില് ചവിട്ടി കയറിയപ്പോൾ എൻ്റെ കാലിൽ എന്തോ കടിച്ചു. അപ്പോ ഞാൻ റോട്ടിൽ കൂടെ പോയ ആരും എത്തി നോക്കിയതായി കയ്യാലെ കയറിയുന്നുണ്ട്. എന്നാൽ എൻ്റെ കാലെ കടിച്ചു. ഞാൻ ഓടിച്ചെന്ന ആന്റിയോടും വല്യമ്മച്ചോടും പറഞ്ഞു എൻ്റെ കാലിൽ എന്തോ കടിച്ചു. അപ്പൊ നല്ല ഇരുട്ട ത്രിസന്ധ്യ, നമ്മുടെയൊക്കെ മലയാള ഭാഷ പറഞ്ഞ ത്രിസന്ധ്യ എന്ന് പറയും. ആ സമയത്താണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പൊ ആന്റി വേഗം കയ്യിൽ ഒരു സെഫ്റ്റി പിൻ എടുത്ത് അത് നോക്കി. അപ്പൊ അവിടെ കടിച്ച ഒരു അടയാളം കണ്ടു. അപ്പൊ മനസ്സിലായി അത് എന്തോ കടിച്ചതാന്ന്. അങ്ങനെ വേഗം എന്നെ എടുത്ത് പുറത്ത് റോട്ടിൽ കൊണ്ടുവന്ന് അപ്പോഴത്തേനും ചാച്ചന്മാര് അപ്പച്ചനെല്ലാം റെഡി. അപ്പൊ സന്ധ്യ ആയി. അപ്പൊ ഇതെന്തോ എന്നെ കടിച്ചതാണ്. അന്നത്തെ ആ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്തി നോക്കിയപ്പോ വിഷമുള്ള എന്തോ കടിച്ചാന്ന് ബോധ്യമായി. അപ്പൊ അടുത്തൊന്നും ഒരു വിഷകാരിയൊന്നും ഇല്ല. എന്നാലും എന്നെ വാഹന സൗകര്യം ഇല്ലാത്ത സമയത്ത് എൻ്റെ ചാച്ചനും അപ്പച്ചനും ഒക്കെ കൂടി ഒരു സൈക്കിളിൽ ഇരുത്തി ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ആ സന്ധ്യാസമയത്ത് രാത്രിയായ സമയത്ത് ആ ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ ആ വൈദ്യൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എടുത്തു വെച്ച ഭക്ഷണം പോലും ആരോ ഇങ്ങനെ വരുന്നുണ്ട്. വരുന്ന ആള് ഇങ്ങനെ ഇത്തിരി സീരിയസ് ആയി. അപ്പോൾ അതൊരു സീരിയസ് ആയിരുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ അത്ര ഒന്നും തിരിച്ചറിയാൻ അറിയില്ലെങ്കിൽ പോലും അവരെല്ലാം പറഞ്ഞു കേട്ട ആ കാര്യങ്ങളാണ്. എന്നാൽ ആ വൈദ്യൻ അവിടുന്ന് കഷായവും മരുന്നും എല്ലാം തന്നു തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. ഒരു നേരത്തോട് നേരെ ഉറങ്ങരുത്, കാരണം ഞാനാണ് ഏറ്റവും ഉറക്കമുള്ള ആളാ. പക്ഷെ എനിക്ക് എൻ്റെ ആന്റിമാരൊക്കെ വളരെ ശ്രദ്ധയോടെ എന്നെ പരിചരിച്ചു. ഞാൻ ആ അവസ്ഥയെ ഞാൻ ഓവർകം ചെയ്തു. മരണകരമായ ഒരു അവസ്ഥയായിരുന്നു അത്. എങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു കരം ആ സമയത്ത് എന്നിലുണ്ടായിരുന്നു. ഞങ്ങള് യാക്കോബായ സമുദായത്തിലാണ് വളർന്നു വന്നതെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. എന്നാൽ ആ സമുദായത്തിലും ഞങ്ങളെ ഭക്തിയോടും ആ എല്ലാ സാമുദായിക കാര്യങ്ങളിലും സൺഡേ സ്കൂളിലും പാതിര കുർബാനകള്, ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം നന്നായി ആചരിച്ച് തന്നെ പോരുന്ന ഒരു ഭയഭക്തി, ആ സമുദായത്തിലെ ഭയഭക്തിയോടെ വളർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ. ആ സമയത്താണ് ഇങ്ങനെയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പഠിക്കാൻ അത്ര മിടിക്കൊന്നും അല്ല, എന്നാൽ പോലും സ്കൂളൊന്നും മുടക്കത്തില്ല, കാരണം മുറ്റത്താണല്ലോ. ഒരു ഹസ്ബൻഡ് അടിക്കുമ്പോഴാണ് ഞങ്ങൾ ഓടുന്ന ക്ലാസ് റൂമിലേക്ക്. അപ്പൊ ഒരു പീരീഡ് ഒരു സാറ് വന്നില്ലെങ്കിൽ അടുത്ത സാറ് വരുമ്പോ ആ ബുക്ക് വന്ന് വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോയിട്ട് പഠിക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ഈ പാമ്പിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേനും ഒരു മാസം ഞാൻ സ്കൂളിൽ പോകാനൊന്നും പറ്റിയില്ല. എൻ്റെ നോട്ട്സ് എല്ലാം എനിക്ക് മിസ്സായി, ക്ലാസ് എല്ലാം മിസ്സായി. എന്നാൽ സാറുമാരും എൻ്റെ കൂട്ടുകാരും എല്ലാം വീട്ടില് സദാസമയം കടന്നു വരികയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ആ കാലഘട്ടത്തിൽ എനിക്ക് തന്നു. അതൊക്കെ നല്ല സ്കൂൾ കാലഘട്ടത്തിലെ നല്ല ഓർമ്മകളാണ്. അതുപോലെ ഞാൻ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്തൊക്കെ അനേകം മക്കള് ഒരു നേരത്തെ ആഹാരത്തിന് അങ്ങനെയൊക്കെ ഭാരങ്ങളുണ്ട്. അന്നൊന്ന് സ്കൂളില് ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. അപ്പോ ചില കുഞ്ഞുങ്ങൾക്കൊന്നും അത് ഇതാവില്ല. എന്നാൽ ഞങ്ങളുടെ ഭവനം ഒരു പ്രത്യേക അനുഭവത്തിലായിരുന്നു ഞങ്ങളെല്ലാം വളർത്തിക്കൊണ്ട്. എൻ്റെ ചാച്ചന്മാര് ആന്റിമാര് അവരവരുടെ ഫ്രണ്ട്സിനെ, ഇപ്പൊ ആർക്കെങ്കിലും ഉച്ചഭക്ഷണം ഇല്ല, അല്ലെങ്കിൽ അവിടെ ദൂരത്തുള്ള വീട്ടിൽ പോകാൻ പറ്റിയില്ല, കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരും. അങ്ങനെ ആ ഒരു കൂട്ടായ്മ നമ്മുടെ ഉള്ളതിന്റെ ഓഹരി കൊടുത്ത് അങ്ങനെ ഒത്തിരി ഒരു വലിയ അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തും അവരെ സ്നേഹിച്ചും അവരെ പരിചരിച്ചും ഒക്കെ ഇരിക്കാനും ഒക്കെ ഞങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ ഞങ്ങളെ പരിശീലിപ്പിച്ചു പോന്നു.
അങ്ങനെ പിന്നെ എനിക്ക് മാരകകരമായ ഒരു അവസ്ഥയുണ്ടായി എൻ്റെ ശരീരത്തില്. നമ്മുടെ കൈ എത്തില്ലാത്ത പുറമുണ്ട്. ആ കൈ എത്തില്ലാത്ത പുറത്ത് ഒരു വലിയ ഒറ്റ കുരു. അതും വളരെ ഭീകരമായ ഒരു അവസ്ഥ എൻ്റെ 10th എക്സാമിന്റെ സമയത്തായിരുന്നു. എന്നാൽ ആ സമയത്തും ഇങ്ങനെ അധികം വളർന്ന സാഹചര്യമല്ല ഇംഗ്ലീഷ് മെഡിസിൻസ് ഒന്നും. അവിടെയും ആയുർവേദത്തിൽ തന്നെ വൈദ്യന്റെ അടുത്താണ് എന്നെ കൊണ്ടുപോയത്. അപ്പൊ എനിക്ക് ഏറെ ഭാരം തോന്നി. പരീക്ഷ അടുത്ത് വരുന്നു, അതുപോലെ 10th ആണല്ലോ. എന്നാലും അവിടെയും എനിക്ക് നീണ്ട ഒരു ട്രീറ്റ്മെന്റിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടി വന്നു. സ്കൂളിൽ പോവാൻ, എക്സാം അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. അതും ഏറെ വേദനാജനകമായ അവസ്ഥയായിരുന്നു. ആ പരു പൊട്ടിയാല് എനിക്ക് എന്തായി തീരും എൻ്റെ ഹെൽത്ത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കടന്നു പോയ സമയത്ത് കഷായം കുടിക്കണം, കുഴമ്പിടണം, അങ്ങനെ വളരെ ചിട്ടവട്ടങ്ങള്, പഥ്യം നോക്കണം. ഞാൻ വളരെ ഫുഡി ആയ ആളാ ചെറുപ്പത്തില്. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഭാരം തരുന്ന വിഷയങ്ങളായിരുന്നു. എങ്കിൽ പോലും ആ അവസ്ഥയെയും അതിജീവിക്കാൻ ദൈവം സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്ന അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നതാണ്. അപ്പൊ ആ ഹയർ സെക്കൻഡറി സ്കൂള് ഞാനായിരുന്നു അതിനകത്ത് ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ ആ ഫസ്റ്റ് ബാച്ചിന് ശേഷം പിന്നെ തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പിതാവ് ഒരു തികഞ്ഞ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ മദ്യപാനിയായിരുന്നു ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. എന്നാൽ പിതാവ് ഉത്തരവാദിത്തപ്പെടുന്നില്ല. എൻ്റെ പിതാവിനോടും മാതാവിനോടും കൂടി ഞാൻ ആയിരുന്നില്ല. എനിക്ക് ഇളയൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അവൻ കുറച്ചു നാള് തറവാട്ടിൽ നിന്നിട്ട് പിന്നെ എൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ച് ഇല്ലിത്തോട് എന്ന പ്രദേശത്തേക്ക് കടന്നുപോയി. ഇല്ലിത്തോട് മലയാറ്റൂരിന്റെ പ്രദേശമാണത്. അവിടെ എല്ലാവർക്കും അറിയുന്ന ദേശമാണ്. വിശുദ്ധ തോമസ് ലീഹ കാലുകുത്തി അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ മലയാറ്റൂർ പള്ളി എല്ലാവരും വർഷത്തിലൊരിക്കൽ ഏറെ ആഘോഷമായിട്ട് നടത്തുന്ന ആ ഒരു പ്രദേശത്ത് ഇല്ലിത്തോട്ടിലാണ് ഞങ്ങളുടെ മാതാപിതാക്കളായിരുന്നത്. ഈ 10th കഴിഞ്ഞു പിന്നെ ഞാൻ പഠിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അല്പം കൈത്തൊഴിൽ പഠിക്കാന്ന് വിചാരിച്ച് സ്റ്റിച്ചിങ് എല്ലാം പഠിക്കുക. അങ്ങനെ ഞാൻ സ്വയമായ ഒരു തീരുമാനം എടുത്തു. എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ച് നിൽക്കണം. അപ്പൊ എൻ്റെ ഗ്രാൻഡ് പേരൻസ് വിട്ടില്ല, കാരണം അവരെന്നെ അധികം സ്നേഹിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ചായിരുന്നു. അവരുടെ സ്നേഹമോ അവരുടെ പരിചരണങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അവർ വല്ലപ്പോഴും വിരുന്നുകാരെ പോലെ ഇവിടെ തറവാട്ടിൽ വരും, അങ്ങനെ അവർ മടങ്ങിപ്പോകും, ആ ഒരു ഓർമ്മകൾ. അപ്പൊ എനിക്ക് ഒരാഗ്രഹം, എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ചിരിക്കണം. ഞാൻ ഇനി അവരെന്നെ സേവ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്നെ കരുതട്ടെ. അങ്ങനെ എൻ്റെ നിർബന്ധത്താൽ ഞാൻ എൻ്റെ പ്രദേശത്തേക്ക് മടങ്ങി വന്നു. ആ ഇല്ലിത്തോട് എന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രകൃതിയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ സ്ഥലം ഒരു പ്രത്യേക ഏരിയ ആയിരുന്നു. 2 വശം ഫോറസ്റ്റ്, ഒരു വശം പെരിയാറ്. ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നു. ഞങ്ങള് ആ സ്ഥലം എന്ന് പറയുന്ന കൂട്ടുകൃഷി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഒരു 50 കുടുംബാംഗങ്ങൾ വെച്ച് ഓരോ ബ്ലോക്ക് തിരിച്ചിട്ട് ആ കുടുംബത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന വിവിധ നാനാ ജാതി മതസ്ഥര് ഒന്നിച്ചു കൂടിയിട്ടുള്ള അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തില് ആ ദേശമായിരുന്നു. അതൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട് അവിടുത്തെ. അപ്പൊ അതൊരു കൂട്ടായ്മയായിരുന്നു, അതും വലിയൊരു കൂട്ടായ്മയായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഥലങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നും തിന്നും, അങ്ങനെ ഇല്ലായ്മയിലും വല്ലായ്മയിലും കഷ്ടതയിലും ഒക്കെ പരസ്പരം ഒരു യൂണിറ്റി ആ ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ദേശത്ത് പുറമേന്ന് വരുന്നവരൊക്കെ ആ യൂണിറ്റി കണ്ടിട്ട് സന്തോഷിക്കും. ജാതി മത ഭേദമന്യേ ഏതൊരു വിഷയം വന്നാല്, വിശേഷ ദിവസങ്ങളാവട്ടെ, വിവാഹമാവട്ടെ, രോഗമാവട്ടെ, മരണമാവട്ടെ, അവിടെയൊക്കെ ഒരു പ്രത്യേക യൂണിറ്റി ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചു കൊച്ചു കൃഷി കാര്യങ്ങളിൽ അവരെയൊക്കെ സഹായിക്കുകയും അതുപോലെ ചെറിയ ജോലികൾക്കൊക്കെ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിൽ കൂടെ ഞാൻ തയ്യലും അഭ്യസിച്ചു. അങ്ങനെ ഒരു കൈത്തൊഴിലാവട്ടെ എന്ന് വിചാരിച്ചിരുന്ന സമയങ്ങളിൽ എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങള് വളരെ ഭാരപ്പെട്ടു. ഈ ചെറുപ്രായത്തില് ഇങ്ങനെ ചില ക്ലേശതകൾ ശരീരത്തിൽ വരുന്നു, എങ്ങനെ മുൻപോട്ട് പോകുന്നുള്ള ഭാരം പ്രയാസത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പാർക്കുന്ന ഇല്ലിത്തോട് പ്രദേശത്ത് ഒരു അപ്പച്ചൻ പാസ്റ്റർ കടന്നു വരുവാനും ഞങ്ങളുടെ ഭവനങ്ങളെ സന്ദർശിക്കുകയും സുവിശേഷം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ വചനമൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തില് അപ്പച്ചൻ പാസ്റ്റർ കൂടെ
ഇന്ന് ഏറ്റവും പ്രശസ്തനായ കൺവെൻഷൻ പ്രാസംഗികൻ ജോയി പാറയ്ക്കൽ എന്ന് പറയുന്ന ദേവദാസൻ തന്റെ ചെറുപ്രായത്തിലെ ആ പ്രദേശത്ത് കടന്നു വന്ന സുവിശേഷ വേലയ്ക്ക് അപ്പച്ചൻ പാപ്പോട് ഒരുമിച്ച് കൈത്താങ്ങായി അങ്ങനെ കടന്നു വരികയും ഞങ്ങളുടെ ഭവനങ്ങള് പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുകയും ഓരോരുത്തരെ ഈ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഭവനവും ഈ സുവിശേഷ വേലയ്ക്ക് തുറന്നു കൊടുക്കുവാനും, കാര്യം എന്റെ പിതാവ് മദ്യപാനി ആയിരുന്നെങ്കിലും അങ്ങനെ വരുന്നവരെയൊക്കെ കൈക്കൊള്ളുകയും അവരെ സ്നേഹിക്കുകയും കൂട്ടായ്മകളൊക്കെ നടത്തുവാനുള്ള സാവകാശമൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഈ സത്യസുവിശേഷം അറിഞ്ഞ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടി അല്ലാതെ മറ്റൊരു രക്ഷയുമില്ല, രക്ഷകൻ ഇല്ല എന്ന് യേശുവിനെ കുറിച്ച് കേൾക്കുവാനും ഈ യാക്കോബായ സമുദായത്തിൽ നിന്ന് ലഭിക്കാത്ത വ്യത്യസ്തമായ ഒരു അനുഭവം കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ ഈ പ്രാർത്ഥനയും ബൈബിൾ ക്ലാസ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ശാരീരിക ക്ലേശങ്ങളും അധികമായിക്കൊണ്ട്, അപ്പോൾ ആ സമയത്ത് ഈ സഭ കടന്നു വരികയും ദേവദാസൻ കടന്നു വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ എനിക്കതൊരു വിശ്വാസമായി യേശു സൗഖ്യപ്പെടുത്തുന്ന ദൈവം എന്ന്. അങ്ങനെ ബൈബിൾ ക്ലാസ്സുകള്, യുവജന മീറ്റിങ്ങുകള്, കോട്ടേജ് മീറ്റിങ്ങുകള്, ആഴ്ചയിൽ ഫുൾ സമയവും ഇങ്ങനെ മീറ്റിങ്ങുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എന്നാൽ ഞാൻ രോഗസൗഖ്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ പോയി. എന്നാൽ എനിക്ക് സ്നാനപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒട്ടും തൃപ്തിയില്ലായിരുന്നു. എനിക്ക് യാക്കോബയെ തന്നെ മതി, പക്ഷെ പാട്ടും പ്രാർത്ഥനയൊക്കെ കൂട്ടായ്മകൾക്കൊക്കെ ഞാൻ വരാം, സ്നാനപ്പെടണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരൻ മുന്നോട്ട് കടന്നു വരികയും അവൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ദൈവസഭയിൽ ചേരുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 1990 ഈ രക്ഷയുടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ പിന്നെ കടന്നു വരുന്നത്. ആ സമയത്ത് എൻ്റെ സഹോദരൻ സ്നാനപ്പെട്ടു. പിന്നെയും ഞാൻ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തു, ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്നു. കടന്നു വരുന്ന ദേവദാസനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും എനിക്ക് സ്നാനപ്പെട്ടില്ലെന്നോർത്ത് എന്നാണ് കുഴപ്പം, അങ്ങനെയുള്ള ചോദ്യങ്ങളും പറച്ചിലുകളുടെ മധ്യത്തിൽ ഏകദേശം ഒരു വർഷത്തോളം പിന്നെയും ബൈബിൾ ക്ലാസ് പഠിച്ചു. ഞങ്ങളുടെ സഭ ഏറ്റവും നന്നായി അനേക യൗവനക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു സഭയായിരുന്നു. അപ്പം ദേവദാസൻ ആ സമയങ്ങളിലൊക്കെ കൺവെൻഷനുകള്, അതുപോലെ ക്യാമ്പുകള്, ഭവന സന്ദർശനങ്ങള്, പരസ്യയോഗങ്ങള്, ഹോസ്പിറ്റൽ സന്ദർശനം, അങ്ങനെ വ്യത്യസ്തമായ അനേക ശുശ്രൂഷ തലങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാം വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് നന്നായി ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. അങ്ങനെ ഒരു കൂട്ടം ജനം ആ ദേശത്ത് ഇരുന്നിട്ട് അങ്ങനെ 1991 ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് സ്നാനപ്പെട്ട് ദൈവസഭയോടും കർത്താവിനോടും ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് മുന്നോട്ട് പോകാൻ ഇനിയുള്ള ജീവിതം എന്ന തീരുമാനം എടുക്കുകയും അങ്ങനെ ആ ദൈവസഭയിൽ നിന്നുകൊണ്ട് ആ സമയത്ത് ഞാനും എൻ്റെ മാതാവും ഒരു കൂട്ടം ജനവും ഒരുമിച്ചാണ്. അന്ന് അതൊരു ആ ദേശത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ശുശ്രൂഷയായിരുന്നു, സ്നാന ശുശ്രൂഷ. ഏകദേശം 10-12 പേരോളം ഒരുമിച്ച് സ്നാനപ്പെട്ടു, പെരിയാറ്റിൽ പോയി. വളരെ അനുഗ്രഹകരമായൊരു ശുശ്രൂഷയിൽ അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ സഭയോട് ചേർന്നു. അപ്പോ ആ സമയത്തൊക്കെ കാത്തിരിപ്പ് യോഗമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വയ്ക്കുമായിരുന്നു, ഉപവാസ പ്രാർത്ഥനകളെ കാത്തിരിപ്പ് യോഗം. അങ്ങനെ എൻ്റെ സ്നാനത്തിന് മുൻപേ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാനും കൃപയാലെ കർത്താവിനോട് കരുണ കാണിച്ചു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തില് വളരെ ഭാരം പ്രയാസങ്ങൾ കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. കാരണം പിതാവിന്റെ മദ്യപാനവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സോഴ്സുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇടയ്ക്കുള്ള ചില സമയങ്ങളിൽ പിതാവ് ഞങ്ങൾക്ക് എതിരാകുന്ന അവസ്ഥ, രാത്രി കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കയറ്റത്തില്ല എന്നുള്ള ഒരു ചെറിയ പ്രതിസന്ധിയൊക്കെ കടന്നു വന്നു. എങ്കിലും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവസഭയും ദേവദാസന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഫലമായിട്ട് ഒരു ഗ്യാപ്പില് പിതാവും ഈ വിശ്വാസം സ്വീകരിച്ചു. എന്നാലോ ഒരു വർഷം വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടിട്ട് ഒരു വർഷമേ പിതാവും ഈ വിശ്വാസത്തിൽ നിന്നുള്ളൂ. അങ്ങനെ എൻ്റെ പിതാവും എൻ്റെ സഹോദരനും മടങ്ങി സമുദായത്തിലേക്ക് തന്നെ പോകാനായിട്ട് ഇടയായി തീർന്നു. അത് എനിക്കും എൻ്റെ അമ്മച്ചിക്കും വളരെ ഭാരം ഉണ്ടാക്കി. എന്നാൽ പോലും ഞങ്ങള് ആ വിശ്വാസ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. ആ സമയത്തും എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മാറി മാറി വളരെ ക്ലേശങ്ങൾ കടന്നു വരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സീരിയസ് ആയ ഒരു മാറ്റവും എൻ്റെ ശരീരത്തിൽ കാണത്തില്ല. അതുപോലെ എൻ്റെ വിവാഹപ്രായം 18 വയസ്സ് കഴിഞ്ഞ സമയമാണ്. വിവാഹപ്രായം കഴിഞ്ഞു സഭയിൽ വന്നതിന് ശേഷവും സഭയിൽ വരുന്നതിന് മുന്നമേ തന്നെ വിവാഹാലോചനകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ വേണ്ടുന്ന നിലവാരത്തിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ രീതിയിലായിരുന്നു. വിശ്വാസത്തിൽ വന്നതിന് ശേഷം വിവാഹാലോചന കടന്നു വരും. എന്നാൽ എനിക്ക്
കാരണം അറിയത്തില്ല, കടന്നു വരും. പക്ഷെ ബാക്കി ഒരു കാര്യങ്ങളിലേക്കും ക്രമീകരണങ്ങളിലേക്കും മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ പ്രായം ഇങ്ങനെ ഏറെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് സുവിശേഷ വേല ചെയ്യണം എന്നുള്ള താല്പര്യം വന്നു. കാരണം ആ സമയങ്ങളിലൊക്കെ വചനം നന്നായി പഠിക്കുകയും ദേവദാസൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് എന്റെ ഹൃദയത്തിൽ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന താല്പര്യങ്ങൾ കടന്നു വന്നിരുന്ന സമയത്തില് ഞാൻ 10th കഴിഞ്ഞിട്ട് വളരെ ഗ്യാപ്പില് എനിക്ക് 84-ലാണ് ഞാൻ 10th എഴുതണേ. 93 ആ കാലഘട്ടത്തിൽ എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കണം എന്നൊരു ആഗ്രഹം, സുവിശേഷ വേല അധികമായി ചെയ്യാനുള്ള പഠനം ആവശ്യമെന്ന് അങ്ങനെ ചിന്തിക്കുകയും ഞാൻ കടന്നു പോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ തിരഞ്ഞെടുക്കാമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും ഞാൻ BTH 4 വർഷത്തെ തിരഞ്ഞെടുത്തത് ABCD പോലും കയ്യിൽ നിന്ന് വിട്ടുപോയി, എഴുത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ പോലും ഞാൻ ആ ബൈബിൾ കോളേജിൽ ചേർന്നു. ഒരു 6 മാസം ഏറെ സ്ട്രഗിൾ ചെയ്തു. ഫുൾ ഇംഗ്ലീഷ് മാത്രമേ അവിടെ പാടുള്ളൂ. ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് എഴുതി വെച്ച് പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ഇംഗ്ലീഷ് ഗ്രാമറിൽ എനിക്ക് ടീച്ചർ സമയം തന്നു, ഇംഗ്ലീഷിൽ പ്രീച്ച് ചെയ്യണ 5 മിനിറ്റ്. അങ്ങനെ ആ ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ ഡെവലപ്പായി വന്നു. അത് ദൈവത്താൽ സംഭവിച്ച ഒരു എഡ്യൂക്കേഷന്റെ മഹിമയും പറയാം. മലയാളം മീഡിയത്തിൽ പഴയ അത്രേ വർഷം പഴക്കമുള്ള മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാന് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് ബൈബിളൊക്കെ പിടിച്ചിട്ട് ഈ നന്നായി സംസാരിക്കുന്ന ഇംഗ്ലീഷ് അറിയുന്ന സഹ വിദ്യാർത്ഥികളോട് ഒരുമിച്ച് ആയിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു തുടക്കം. എങ്കില് കർത്താവ് എന്നെ പഠിപ്പിച്ചു. അക്ഷരങ്ങളും എല്ലാ സെന്റൻസുകളും എല്ലാം ചേർത്ത് വായിക്കാനും പ്രസംഗിക്കാനും ആ ഒരു സെമിസ്റ്റർ, ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്റർ എക്സാമും നന്നായി ചെയ്തു. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എനിക്ക് കോഴ്സ് പൂർത്തീകരിക്കാനോ മുമ്പോട്ട് പോകാനോ കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഞാൻ മടങ്ങി ഭവനത്തിൽ വന്ന് പിന്നെ എറണാകുളത്ത് തെങ്ങോട് ഞങ്ങളുടെ തന്നെ സഭയുടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. അവിടെയും പോയി ചേർന്നു. അവിടെയും എൻ്റെ ശാരീരിക ക്ലേശങ്ങൾ, എനിക്ക് പഠനം പലപ്പോഴും ലീവാക്കേണ്ടി വന്നു. എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു, ഇത്രയും ക്ഷീണാവസ്ഥയിൽ എങ്ങനെയാ മുൻപോട്ട് പോവുക, അപ്പൊ പഠിക്കാനോ കോൺസെൻട്രേഷൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യം. അവിടെ ഒരു വർഷമേ ഞാൻ എൻ്റെ ആ BTH കോഴ്സിലായിരിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മടങ്ങി ഭവനത്തിൽ വന്നു. ചില വിശ്രമ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു അംഗൻവാടി ഇട്ടു. എങ്ങനെ എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടായി. എൻ്റെ അമ്മച്ചിക്ക് ഒരു സഹായം വേണം, കാരണം പിതാവ് ഞങ്ങൾക്ക് വേണ്ടുന്നൊന്നും നൽകി തരുന്നില്ല. ആ സമയത്ത് എൻ്റെ സഹോദരന്റെ സ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞു. അവൻ ചെറുതായിട്ടൊരു പെയിന്റിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ അവൻ്റെതായ ജോലി കാര്യങ്ങളൊക്കെ അവനും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പൊ എനിക്കൊരു വരുമാനം വേണമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരു വർഷം ഈ അംഗൻവാടി അധ്യക്ഷനം പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചു. ആ ഒരു വർഷം ഏറ്റവും നന്നായി അത് ചെയ്തു. എങ്കിലും പിന്നത്തേൽ അംഗീകൃത സ്ഥാപനം ആ സമയത്ത് കടന്നു വന്നുകൊണ്ട് എൻ്റെ ആ സംരംഭവും എനിക്ക് ഉപേക്ഷിക്കേണ്ടത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഞാൻ കടന്നു പോകുന്ന ഒരു ഇടത്തും എനിക്ക് ഒരു രീതിയിലും വിജയിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തില് എൻ്റെ ഏജ് ഓവറായി. എനിക്ക് വിവാഹമൊന്നും നടക്കുന്നില്ല. എൻ്റെ ആ സഹോദരൻ വിവാഹ പ്രായത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങള് തീരുമാനമെടുത്തു, എനിക്ക് എന്തായാലും വിവാഹമൊന്നും നടക്കുന്നില്ലല്ലോ, എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വിവാഹമൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തീരുമാനം എടുക്കുകയും ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും, എൻ്റെ സഹോദരൻ 2005 വിവാഹിതനായി. ആ സമയത്ത് ഞങ്ങൾ അല്പം കഷ്ടമായ അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ കഷ്ടതയുടെ നടുവിലും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തില്. എല്ലാം നന്നായി തന്നെ നടന്നു. അവന്റെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ ജോലിയോടുള്ള ബന്ധത്തില് ചില സ്ഥലങ്ങളിലേക്ക് ഞാൻ മാറി. ഹോസ്റ്റലുകളിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്തു. ടെക്സ്റ്റൈൽസ് ഫീൽഡിലാണ് ഞാൻ ജോലിക്കായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ചില പെന്തക്കോസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി, ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി പ്രയർ ഗ്രൂപ്പ് ഒക്കെ ആക്കുമായിരുന്നു. ഞങ്ങൾ രാത്രി ജോലി കഴിഞ്ഞ് ചെന്നതിന് ശേഷം ഹോസ്റ്റലിൽ ഒരു മൂലയിൽ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അവിശ്വാസികളായ ചില കുഞ്ഞുങ്ങളെ, പ്രാർത്ഥന വിശ്വാസമുള്ള കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരികയും അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പല കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സ്ഥാപനം വിട്ട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്കും ജോലി മാറി. അങ്ങനെ ചില വർഷങ്ങൾ
ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ ഈ ജോലിയോടുള്ള ബന്ധത്തില് ഹോസ്റ്റലുകളിൽ കൂടി ഒക്കെ കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ എനിക്ക് വന്നു. എങ്കിലും അവിടെ എവിടെ ജോലി സ്ഥലത്തായിരുന്നാലും അവിടുത്തെ ലോക്കൽ സഭകൾ അത് ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ തന്നെ ഞാൻ കടന്നു പോയിട്ട് ജോലി സമയം പെർമിഷൻ എടുത്ത് ആരാധനയ്ക്കും കൂട്ടായ്മകൾക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനോട്, റൂമിലുള്ള കുഞ്ഞുങ്ങളോടൊക്കെ ആകുന്ന പോലെ സുവിശേഷവും പ്രാർത്ഥന കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ എനിക്കാവുന്ന പോലെയൊക്കെ വചനമൊക്കെ പറയുമായിരുന്നു. അവരുടെ വിഷമഘട്ടങ്ങളിലൊക്കെ അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ. എവിടെ പോയാലും ഞാനാണ് ഏറ്റവും മുതിർന്ന വ്യക്തി. ഞാനൊരു വലിയ ചീഫ് പൊസിഷനിലാണ്. ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക സാറാണ് ഞങ്ങളുടെ GM. എനിക്കിങ്ങനെ അസുഖങ്ങൾ കൂടെ കൂടെ വരും. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇത്. പക്ഷെ ഈ സമയത്ത് സാറ് എന്നോട് ചോദിക്കുന്നു, ഇതിനകത്ത് എന്നാ നിറച്ചു വെച്ചിരിക്കുന്ന വല്ല അരൂപിയാണോ? ഇതെന്താ ഇങ്ങനെ സദാസമയം രോഗം? എന്നാലും ഞാൻ രോഗം അതിവേഗം റിക്കവർ ആവും, ജോലിയിൽ വ്യാപൃത. അപ്പൊ അങ്ങനെ ആയിക്കൊണ്ട് വന്നപ്പോഴത്തേനും അപ്പൊ എന്നെ അത് ചിന്തിപ്പിച്ചു. ശരിയാ, എന്നിലൊരു അരൂപി ഉണ്ട്, എന്നിലൊരു അഭിഷേകം ഉണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ കൊച്ചു സഹോദരിമാരെ പോലെ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെറിയ പ്രായമുള്ള മക്കളെയൊക്കെ അവരുടെ വിഷയങ്ങളിൽ, അവരുടെ തെറ്റുകളിലൊക്കെ അവരെ തിരുത്താനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാറ് തമാശയായി കളിയാക്കി എന്നെ പറഞ്ഞതെങ്കിലും എനിക്കത് തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. കാരണം എൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു, സുവിശേഷ വേല ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോ ആ സമയത്തില് ഞാൻ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചില ഘട്ടങ്ങളിൽ സാറ് തന്നെ പറയും, ഈ കൊച്ചുങ്ങളെയൊക്കെ ഷിജു ഒന്ന് പറഞ്ഞ് ഒന്ന് ശരിപ്പെടുത്ത്, ഗുണം പിടിപ്പിക്ക്, അവരൊരു അച്ചടക്കത്തിലും അനുസരണത്തിലേക്കൊക്കെ വരട്ടെ. എന്നെ കളിയാക്കിയ നാവുകൊണ്ട് തന്നെ സാറ് എനിക്ക് ആ സപ്പോർട്ട് തരാനൊക്കെ ഇടയായി തീർന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഇങ്ങനെ ഓർക്കുക. അതൊക്കെ എത്രയും ശ്രേഷ്ഠമാണ്. വഴിതെറ്റിപ്പോകുന്ന പ്രായത്തില് ചെറുപ്രായമുള്ള കുഞ്ഞുങ്ങള് സഹോദരിമാരെയൊക്കെ അവരുടെ നന്മയ്ക്കായിട്ട്, അവരുടെ അനുഗ്രഹത്തിനായിട്ട്, കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായിട്ടൊക്കെ ആ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു തിരുത്താനും. ആ സമയത്തൊക്കെ എനിക്ക് വിരോധമാവും. കാരണം അവർക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന, അവരെ തെറ്റുകളെ തിരുത്തി മടങ്ങിക്കൊണ്ട്, പ്രത്യേകിച്ചും സുവിശേഷം പറയുന്നു. എന്നാലും പിന്നത്തേല് പല കുഞ്ഞുങ്ങളും ഞാൻ അവിടെ വിട്ടു പോകുന്നതിന് ശേഷവും ആ ഗ്രൂപ്പിൽ സഹായിച്ചവരൊക്കെ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അന്നത്തെ ആ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങളെ ഉപദേശിച്ചത് ഞങ്ങൾക്ക് ഗുണകരമായി. കാരണം അത് കേൾക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ചെറുതല്ല പാസ്റ്ററെ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പൊ എനിക്ക് എൻ്റെ ഏകദേശം 40 വയസ്സിനോട് അടുത്തു. ആ സമയത്ത് എൻ്റെ മാതാവിന്റെയും സഹോദരന്റെ ഒക്കെ നിർബന്ധത്താല് ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഹോസ്റ്റലിൽ എത്ര കാലം കഴിയും, കുടുംബാംഗങ്ങൾക്ക് എന്നെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക വിഷയങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഒരു വിവാഹത്തിന് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പെന്തക്കോസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും വിവാഹമൊന്നും കടന്നു വരുന്നില്ല. അപ്പൊ അതിക്ക് മുമ്പും പലരും എന്നോട് പറഞ്ഞിട്ടും ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. ഞാനൊരു വിവാഹത്തിന് വേണ്ടി മറ്റൊരു സമുദായത്തിലേക്ക് ഞാൻ മടങ്ങി പോകുകയില്ല എന്ന ഉറച്ചൊരു തീരുമാനത്തോടെ അത്രയും സമയം വരെ ഞാൻ മുമ്പോട്ട് പോയി. എന്നാൽ എൻ്റെ മാതാവിനും ഏറെ വ്യസനമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എത്ര കാലം ഇങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളത്. സഹോദരൻ കുടുംബമായി, കുഞ്ഞുങ്ങളായി, അവരുടെ ഇടയിലും ഒരു ഭാരമാക്കരുതല്ലോ എന്ന ചിന്തയാണ് എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി ഒരു കത്തോലിക്ക വിവാഹം ആലോചിക്കുകയും പാളയിൽ നിന്നാണ് ആ വിവാഹം കടന്നു വന്നത്. ഞാനും എല്ലാ പ്രിയപ്പെട്ടവരുടെ, എന്നെ ഒരുപാട് സ്നേഹിച്ചവരും കുടുംബാംഗങ്ങളും അമ്മച്ചിയുടെ വീട്ടിലും വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. അവരുടെ എല്ലാ നിർബന്ധത്തിന് നീ എത്ര കാലം ഇങ്ങനെ പോകുന്ന എന്നെ വളരെ നിർബന്ധിച്ച് ഞാൻ ആ ഒരു കത്തോലിക്ക ഇതിലേക്ക് വിവാഹത്തിന് സമ്മതിച്ചു. അത് 2013 അങ്ങനെ ഞാൻ ദൈവത്തെ മറന്നുകൊണ്ട് ഒരു ജഡത്തിന്റെ ഇച്ഛയ്ക്ക് ഞാൻ മനസ്സോടെ അല്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ നിർബന്ധത്താല് മടങ്ങി ബാക്ക്ഗ്രൗണ്ട് കത്തോലിക്ക ഇതില് ഒരു വിവാഹത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു മാസത്തിനുള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ്, ഹോസ്റ്റലിൽ നിന്ന് ഭവനത്തിൽ ചെന്നിട്ടാണ് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. എന്നാല് എനിക്ക് മനസ്സോടെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഭാരം ഉണ്ടായിരുന്നു. ജോലിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെ ഞാൻ ഈ കാര്യങ്ങളിൽ മുൻപോട്ട് പോകും, എനിക്ക് ഇതൊട്ടും ഇഷ്ടമില്ലല്ലോ. ഞാൻ എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ ശക്തമായ നിലവിളിയും പ്രാർത്ഥനയും രാത്രി ഉറക്കമില്ലാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മാരേജ് കോഴ്സ് കൂടാനായിട്ട് കടന്നുപോയി. ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ് മാരേജ് കോഴ്സിന് കടന്നു പോയത്, എനിക്ക് എൻ്റെ പ്രതിസുദ്ധ വരനായിട്ട്. അവിടെ വെച്ചും ഞാനാണ് ഏറ്റവും പ്രായമേറിയ, 40 വയസ്സ്. അപ്പൊ ടീനേജ് പ്രായം കഴിഞ്ഞ പിള്ളേര് മുതല് വ്യത്യസ്തമായ പ്രായക്കാരൊക്കെ ആ
കോഴ്സിലുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് ചോദിക്കും, ചേച്ചി എന്താ എത്ര വിഷമിച്ചിരിക്കുന്നത്, എന്താണ് വിഷമം, ചേച്ചി പോയിട്ട് ആ ചേട്ടനോട് തുറന്ന് സംസാരിക്കുക. ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ആ ഒരു മനസ്സ് വെച്ചിട്ട് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള വിഷയമല്ലേ. അപ്പൊ എന്റെ മുഖം മാത്രം ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കണ കാണുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു വരും. അപ്പോഴും പറയും, ചേച്ചി പോയിട്ട് നേരെ സംസാരിക്കുക, എന്ത് വിഷമം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കുക, കല്യാണം അല്ലേ, സന്തോഷമല്ലേ വേണ്ടേ. പക്ഷെ അവർക്കറിയില്ല ഞാനൊരു വിശ്വാസിയായിരുന്നു. ഒരു കല്യാണത്തിന് വേണ്ടി യാക്കോബായ വിട്ടിട്ടും പെന്തക്കോസ്ത അനുഭവം വിട്ടിട്ടും കത്തോലിക്കയിലേക്ക് തിരിച്ചു വന്ന അവസ്ഥയൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പിന്നെ അവരുടെ ആ സന്തോഷത്തിലേക്ക് എന്റെ ഈ പാര ഇട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എല്ലാം ശരിയാവും ചേച്ചി, അങ്ങനെ മുൻപോട്ട് പോകാൻ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ വെച്ച് ഒരു സത്യം തിരിച്ചറിഞ്ഞു, എനിക്ക് ഈ വ്യക്തിയായിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് സാധ്യമല്ല. കാരണം തികഞ്ഞ മദ്യപാനിയായ എന്റെ പിതാവിന്റെ കൂടെ ജീവിച്ച വ്യക്തിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഇനിയും കടന്നുപോയി കഷ്ടതയിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ മടങ്ങി വന്ന എന്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുഞ്ഞുമ്മ പറഞ്ഞു, നീ നിന്റെ അമ്മച്ചിയോട് പറ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്റെ മാതാവ് അത്രയും കഷ്ടതയിൽ കൂടിയാണ് ഞങ്ങളെയൊക്കെ ഇത്രത്തോളം കൊണ്ടുവന്നത്. എങ്കിലും എനിക്ക് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി ജോലി സ്ഥലത്തേക്ക്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് വന്നാൽ ഞാൻ രഹസ്യത്തിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് ശല്യമൊന്നും ആവില്ല, ബൈബിള് വായിച്ച് രഹസ്യത്തില് ഞാനിങ്ങനെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെയും പിള്ളേരെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി. എല്ലാം ഇൻവിറ്റേഷൻ പോലും അടിച്ച് ഡേറ്റ്, വിവാഹം, മനസമ്മതവും വിവാഹവും എല്ലാം തീരുമാനിച്ചിരിക്കുമ്പോ എനിക്ക് മാത്രം സന്തോഷമില്ല. എപ്പോഴും കരച്ചിലും ബഹളവും ഒക്കെയാണ് രഹസ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. അപ്പൊ അവിടെ നിന്ന് തന്നെ എനിക്കൊരു ആലോചന ദൈവം തന്നു. ഞാൻ ഒരു സമയം ചോദിച്ചു, ഈ ഇടിപിടിന്ന് എനിക്കൊരു വിവാഹം വേണ്ട, ഒരു മാസത്തെ അവധി എന്റെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർഡ് ചെയ്യാൻ. ഈ വിവാഹത്തില് മനസ്സൊരുക്കം ഇല്ലാതെ ഞാൻ പോവാൻ എനിക്ക് ഇഷ്ടമില്ലല്ലോ. അങ്ങനെ ഞാൻ ആ സഹോദരിനെ, എന്റെ ഭാവി വരന്റെ സഹോദരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഇച്ചിരി സമയം തരാമോ, ഒരു മാസം മതി. അങ്ങനെ ഞാൻ സംസാരിച്ച് ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ. പക്ഷെ അത് ഭയങ്കര പ്രശ്നമാക്കി. ഇതിന്റെ ഇടനില നിന്നവരും എന്റെ മാതാവും എല്ലാം കൂടി വളരെ ഇഷ്യൂ ആക്കി അതിനെ നോക്കിയിട്ട് ഞാൻ വേറെ എന്തോ തീരുമാനിച്ചിട്ടാണ് വിവാഹത്തിന് സമയം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെന്റെ ജോലി സ്ഥാപനത്തിൽ വന്നു, എന്നെ ഭാരപ്പെടുത്തി, എന്നെ എന്നാൽ എനിക്ക് 1000 പേരോളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ആ സമയത്ത് ഞാൻ ജോലിയിലായിരിക്കുന്നത്. അപ്പൊ അവരെല്ലാം അറിഞ്ഞു. ഞാൻ റിസൈൻ ലെറ്റർ വരെ കൊടുത്തിട്ട് നിൽക്കുവാണ് വിവാഹത്തിന് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. ആ സമയത്ത് ഇവര് കടന്നു വന്നിട്ട് ഇവരെന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി, എന്തിനാണ് വിവാഹത്തിൽ നിന്ന് മാറണമെന്ന് പറയണേ, നിനക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ടോ, അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇപ്പൊ തന്നെ നിന്നെ പിടിച്ചുകൊണ്ട്, എന്റെ മാതാവും സഹോദരനും അല്ല സംസാരിക്കുന്നത്, കൂടെ വന്ന് അവരുടെ റിലേഷനാണ് ഇതിനിടെ നിന്ന വിവാഹത്തിന്. അപ്പൊ അതെനിക്ക് ഒത്തിരി ഭാരം തന്നു. എന്നാലും ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് ഉചിതമായ തീരുമാനം എടുത്തു. അവരെ ആ സമയത്തിൽ ഞാൻ സമാധാനപ്പെടുത്തി പറഞ്ഞയച്ചു. കാരണം സുഹൃത്തുക്കളൊന്നും അറിയില്ലതല്ല പ്രശ്നം, എന്താണ് വിവാഹത്തിന് പ്രശ്നം എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വന്നേക്കാന്ന്. അപ്പൊ അമ്മച്ചി ചോദിച്ചു, നിനക്ക് ഡ്രസ്സൊക്കെ എടുക്കേണ്ട മനസ്സമ്മതത്തിന്. അപ്പൊ ഞാൻ ടെക്സ്റ്റൈൽസിൽ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, അപ്പൊ അമ്മച്ചി മടങ്ങിപ്പോക്കോ, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് വന്നേക്കാം, വിവാഹം നടത്താം. ആ ഒരു തീരുമാനം എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ എടുത്തു. പുറമെ ഇവരോട് പറഞ്ഞയച്ചു ഇവരെ. പക്ഷെ എന്റെ അകത്തെ മനുഷ്യരിൽ ഒരു തീരുമാനം വേറെയായിരുന്നു. ഇപ്പോഴേ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്ന മദ്യപാനികളായ ഇവരുടെ ഇടയിലേക്ക് ഞാൻ എങ്ങനെ പോകും? അത് ഒരിക്കലും ശാശ്വതമാവില്ല. എന്റെ കുടുംബജീവിതവും ശാശ്വതമാവില്ല എന്ന് എനിക്ക് 100% ബോധ്യമായി. ഞാൻ എന്റെ ദൈവത്തെ തള്ളി പറഞ്ഞതുകൊണ്ടാണോ, ഒരു വിവാഹത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഈ പരീക്ഷണം അഭിമുഖീകരിക്കുന്ന എന്നുള്ള ഹൃദയത്തിൽ ഭാരം വന്നു. അങ്ങനെ ഞാൻ അവരെ പറഞ്ഞ് മടക്കി അയച്ചിട്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഈ വിവാഹത്തിനില്ല. ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു. ഒരു വിവാഹത്തിന് വേണ്ടി കത്തോലിക്ക സമുദായത്തിൽ പോയി മദ്യപാനിയോട് കൂടി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തതിന്റെ പേരില് ഞാൻ 2 ദിവസത്തിനുള്ളിൽ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്ത്. കാരണം അവരെന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ ജോലി സ്ഥലത്ത് വന്ന് എന്നെ കൊല്ലുമെന്നൊക്കെ. അന്ന് തെറ്റായ മാനുഷിക ബുദ്ധിയിൽ അതൊരു നെഗറ്റീവ് ഇതാണ്. ഞാൻ ആ നിന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ സ്വയം, ശരിക്കും പറഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടായിരുന്നു പാസ്റ്ററെ. എവിടെ എങ്ങനെയെന്നൊന്നും വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല. പക്ഷെ ദൈവം എന്നെ അങ്ങനെ ഒരു ഇതിൽ കൂടി കടത്തി വിട്ടു. അത് ദൈവത്തിന്റെ പ്ലാനും കൂടി ആയിരുന്നു എന്ന് പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞു. എന്തായാലും ആ കൃത്യസമയത്ത് ഉചിതമായ തീരുമാനം എടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക, എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന്. അത് വളരെ കോളുകളൊക്കെ സൃഷ്ടിച്ചു. എന്നാൽ എനിക്ക് ചില കുടുംബങ്ങൾ എനിക്ക്
അഭയം തന്നു. എന്നാൽ വിശ്വസിച്ചവരും സ്നേഹിച്ചവരും അഭയം തന്നവരും ആശ്രയം തന്നവരും ഒക്കെ കൈവിട്ട് കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ജീവിതം പോയി. അമ്മച്ചി പറഞ്ഞു, നീ ഇനി എന്റെ മകളല്ല, ഞാൻ മരിച്ചാലും നീ എന്നെ കാണാൻ വരരുത്. ആങ്ങളെ പറഞ്ഞു, ഭവനത്തിൽ കയറി വരരുത്. അങ്ങനെ വളരെ ദുർഘടമായ അവസ്ഥകൾ കടന്നു വന്നപ്പോഴും ആശ്രയം തന്നവരും കൈവിട്ട് കളഞ്ഞു. എന്നാൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്ന ദൈവദാസന് ശേഷം ഇല്ലിത്തോണ്ട പ്രദേശത്ത് കടന്നു വന്ന ഇപ്പോൾ എറണാകുളത്തായിരിക്കുന്ന സെബാസ്റ്റ്യൻ ഷാജി പാസ്റ്ററും വൈഫ് ജെയിനി സിസ്റ്റർ, കുഞ്ഞുങ്ങൾ, അവര് ഞങ്ങളുടെ പ്രദേശത്ത് വന്നതിന് ശേഷമാണ് ഈ കുഞ്ഞു ഒക്കെ ആയത്. അങ്ങനെ ഇപ്പോ ഏകദേശം ഒരു 27 വർഷമായിട്ടുള്ള ഒരു റിലേഷൻ. ഇപ്പോ അവര് എൻ്റെ എല്ലാ കഷ്ടതയുടെ എല്ലാ അവസ്ഥകളിലും എന്നോടൊപ്പം നിന്നൊരു കുടുംബമാണ് അവര്. അവരെ പറയാതിരിക്കാൻ ഒരു ഒഴിവാക്കാൻ പറ്റില്ലാത്തൊരു ഫാമിലിയാണ്. ഇത്രയും വർഷങ്ങള് എൻ്റെ എല്ലാ അവസ്ഥകളിലും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടുന്ന എല്ലാ ആത്മീക കൈത്താങ്ങുകളും തന്നൊരു ഭവനമാണ് അവര്. അങ്ങനെ ഞാൻ പെരുവഴിയിലേക്കായി. ഒരിടത്തും ജോലി കിട്ടാണ്ട് എൻ്റെ ഫോൺ നമ്പർ ഒന്നും ഞാൻ ക്യാൻസലാക്കി. കാരണം കുടുംബക്കാരും ഈ വിവാഹം ആലോചിച്ചവരൊക്കെ എന്നെ വിളിക്കുമല്ലോ. അങ്ങനെ ഞാൻ സത്യമായിട്ടും ഒരു ഒളിച്ചു താമസിക്കുന്ന രഹസ്യ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിലെ ഒരു പീരീഡിലേക്ക് ഞാൻ കടന്നു വന്നു. ആ സമയത്തും എനിക്ക് ഫാസ്റ്റും കുടുംബവും എനിക്ക് വേണ്ടുന്ന മാനസികവും ആത്മീയവുമായ എല്ലാ സപ്പോർട്ടുകളും നൽകി തന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിച്ചു. ഒരു ജോലി അന്വേഷിച്ചു. ടെക്സ്റ്റൈൽ ഫീൽഡ് തന്നെ ഞാൻ ജോലിയിൽ ചേർന്നു. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഓരോ വചനം എഴുതി വെക്കും. എനിക്ക് അവിടെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. വചനം കാർഡ്ബോർഡിൽ എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം കാർഡ്ബോർഡിൽ എഴുതി വെക്കും. ഞാൻ ചില സമയത്ത് ഉപവസിക്കും, പ്രാർത്ഥിക്കും. അപ്പൊ അവിടെയും പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു ജോലിയോടുള്ള ബന്ധത്തില്. കാരണം ഈ ഒരു വിശ്വാസി എന്ന നിലയിൽ എവിടെ ജോലി സ്ഥാപനത്തിൽ നമുക്ക് ചില പ്രതികൂലങ്ങൾ, അത് മാനുഷികമായിട്ട് കടന്നു വരുന്നതല്ല, പ്രതിയോഗിയായവൻ നമ്മളെ ക്ഷീണിപ്പിച്ച് മടുപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്ന ചില അവസ്ഥകൾ. എന്നാൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു അങ്കിളിനെ ഞാൻ പരിചയപ്പെട്ടു. ആ അങ്കിള് എനിക്ക് ഒരു ട്രാക്ട് തന്നു, വിശ്വാസി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെയും എനിക്കൊരു AG സഭയിൽ ഞാൻ കടന്നു പോകുവാനും ആ സഭ അവിടെ ആയിരുന്ന ദേവദാസനും എനിക്ക് നന്നായി സഹകരണം തന്നു. എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി. ഒരു നല്ല ശുശ്രൂഷകനായിരുന്ന ആ ദേവദാസൻ, നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദേവദാസനും ആ കുടുംബവും ആ ദൈവസഭയും ഏറ്റവും നന്നായി തന്നെ ഞാൻ ഒരു സഹകരണമൊക്കെ തന്നു. ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ലീവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കടന്നു പോവാൻ ഒരു വീടോ ഭവനോ ഒന്നുമില്ല, ആരുമില്ല. ആ സമയത്തൊക്കെ ഞാൻ ഈ ദേവദാസൻ ഷാജി പാസ്റ്റർ ഭവനത്തിലാണ് കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ അവരവിടെ ഒരു കൂട്ടായ്മയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് ഡെലിവറൻസ് മീറ്റിംഗിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഞാൻ കടന്നു ചെന്ന സമയത്തില് ജോയിച്ചായൻ എല്ലാവരും വിളിക്കുന്ന അച്ചായന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അച്ചായനും എന്നെ അറിയത്തില്ല, ആദ്യമായിട്ട് കാണുന്നതാ. പക്ഷെ സ്ക്രീനിൽ നോക്കി വായിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഡേറ്റ് പറഞ്ഞ്, കുഞ്ഞെ നീ ഭാരപ്പെടണ്ട, നീ ഒറ്റയ്ക്കാണെങ്കിലും നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ഇന്ന ഡേറ്റിനുള്ളിൽ നിനക്കൊരു വിവാഹം നടക്കും. ആ വിവാഹം എങ്ങനെ നടക്കുമെന്നും ആ വിവാഹത്തിന് ശേഷമുള്ള പല കാര്യങ്ങൾ പോലും ദേവദാസന് ദൂത് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ എറണാകുളത്ത് ഇരിക്കുന്ന സമയത്തില് രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. പക്ഷേ ഒറ്റയ്ക്ക് എത്ര കാലം ഇങ്ങനെ പോവും എന്നുള്ള ഒരു ഭാരമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ശാരീരിക ക്ലേശങ്ങൾ ഇങ്ങനെ കടന്നു വരുമായിരുന്നു. എന്നാലും അവിടെ ചെക്കപ്പിനൊന്നും പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ അതിവേഗത്തില് ഈ വിഷയം ഏറ്റെടുത്തു. രാത്രിയിൽ ഉറക്കമില്ല, ഞാനിങ്ങനെ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഉറക്കം വരും ഈ ജോലി ഭാരം കൊണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ, ആ സമയത്താണ് ശരിക്കും യഥാർത്ഥ പ്രാർത്ഥന എന്താണ് ഞാൻ പഠിച്ചത്. ശരിക്കും എങ്ങനെ ദൈവമായിട്ട് ആ റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഭിത്തിയിൽ തലയിട്ട് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്തിൽ എൻ്റെ ഈ ഷാജി പാസ്റ്റർ വൈഫ് ജെയിനി സിസ്റ്റർ ഒരു ഭവനത്തിൽ സന്ദർശനത്തിൽ പോയപ്പോൾ അവരുടെ ഒരു വേസ്റ്റ് ബിന്നി കിടന്ന ഒരു അഡ്വർടൈസ് കണ്ടു. ആ അഡ്വർടൈസ് കണ്ടാണ് ഇവിടെ മംഗലാപുരത്ത് അച്ചാച്ചന്റെ നമ്പർ അതിൽ നിന്ന് എടുക്കുകയും ഈ ദേവദാസിയാണ് അച്ചാച്ചനെ വിളിക്കുകയും ആ കോണ്ടാക്റ്റില് ഇങ്ങനെ സംസാരിച്ചു. എൻ്റെ വിവാഹം ഒരു പ്രത്യേക സ്പെഷ്യൽ വിവാഹമാണ്. ഞാൻ ഇവിടെ 2ാമത്തെ ആളായിട്ടാണ് ആച്ചാച്ചന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആച്ചാച്ചൻ കൊങ്ങിണി ബാക്ക്ഗ്രൗണ്ട് ആണ്, മലയാളിയല്ല, എന്നാൽ മലയാളം നന്നായി സംസാരിക്കും. അങ്ങനെ ദേവദാസി ഈ അച്ചാച്ചന്റെ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ ഒരാള് ഞങ്ങളുടെ ഒരു സഹോദരിയാണെന്ന് പറഞ്ഞു.
ഇങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്കാണ്, ആയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു, അച്ചാച്ചൻ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ അച്ചാച്ചനും തൻ്റെ ആദ്യ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ച് 4.5 വർഷത്തിന് ശേഷമാണ്. അച്ഛൻ ഒത്തിരി പ്രാർത്ഥിച്ചു, തനിക്കും സുവിശേഷ വേല ചെയ്യണം എന്നുള്ള താല്പര്യവും. പിന്നെ ഒരു മോളുണ്ട് ഇവിടെ. അങ്ങനെ അച്ചാച്ചൻ 4.5 വർഷത്തിന് ശേഷം എന്നെ കാണുവാനായിട്ട് കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടു. കൂടെ ഒരു ദേവദാസിയും പിന്നെ അച്ചാച്ചന്റെ ഏറ്റവും ഫാമിലി ഫ്രണ്ട്, ഏറ്റവും അടുത്ത്, അവർ ഇത്രയും പേരാണ് എറണാകുളത്ത് തന്നെ കാണാനായിട്ട് കടന്ന. ഒരു ക്യാമ്പസിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ അച്ചാച്ചൻ കടന്നു വന്നു, സംസാരിച്ചു, ഞങ്ങൾക്ക് പരസ്പരം കണ്ടു, ഇഷ്ടമായി. പക്ഷെ ഒരു പ്രശ്നം ഭാഷയാണ്. ഇവിടെ അച്ചാച്ചൻ കൊങ്ങണി ബാക്ക്ഗ്രൗണ്ട് ആണ്, പിന്നെ ഉള്ളത് കന്നഡയാണ് ഭാഷ. അപ്പൊ എന്നോട് കടന്നു വന്ന ദേവദാസൻ അവര് ആ ദൂരം ആയതുകൊണ്ട് ആ ഓൺ സ്പോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുകയാണ്. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആ പാസ്റ്റും കുടുംബവും ഉള്ളൂ. അങ്ങനെ അവര് തമ്മിൽ അപ്പൊ കൂടെ വന്ന ദേവദാസൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് മുമ്പോട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് എങ്ങനെ സാധിക്കും? നീ ഇപ്പൊ ഒറ്റയ്ക്കുണ്ടല്ലോ, പിന്നെ ഭാഷയുണ്ടല്ലോ, ഭാഷ നിനക്ക് വേറെ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാൻ തട്ടിമുട്ടി, പിന്നെ മലയാളം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഭാഷ പരിശുദ്ധാത്മാവ് വന്ന ഒരു കാര്യസ്ഥനുണ്ടല്ലോ, ഭാഷ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അത് മാനേജ് ചെയ്തോളാം. പിന്നെ സാമ്പത്തികം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിന്നൊന്നും വേണ്ട, കാരണം ഒരു സെക്കൻഡ് മാരേജ് ആകുമ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് അറിയാമല്ലോ, നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞു അതും വേണ്ട പാസ്റ്റേ, അത് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം, കൃപയാല് അതിന് ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ അച്ചാച്ചന് ടെൻഷനായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പെണ്ണ് തന്നെ ഇങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെ ആ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന്. അച്ചാച്ചൻ എൻ്റെ അമ്മച്ചിയുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു, അമ്മച്ചിയെ വിളിച്ച് സംസാരിച്ചു. അതുപോലെ മംഗലാപുരത്ത് മടങ്ങി വന്നു. ഇവിടെ നമ്മുടെ കർണാടകയില് സീനിയർ പാസ്റ്റർ എന്നറിയപ്പെടുന്ന, കർണാടകത്തിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പോൾ വർക്കി പാസ്റ്റർ, ഞങ്ങൾ എല്ലാവരും സ്നേഹപൂർ അപ്പച്ചൻ എന്നാ വിളിക്കുന്നത്, ഇപ്പോഴും അപ്പച്ചനുണ്ട്, അപ്പച്ചനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ അപ്പച്ചൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പാസ്റ്ററാണ് ഞങ്ങളുടെ പ്രിൻസിപ്പള്, ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളും ഞങ്ങളുടെ ചർച്ച് സംഘടനയുടെ ഡയറക്ടറും. അങ്ങനെ അച്ചാച്ചൻ എറണാകുളത്ത് വന്ന് ഇങ്ങനെ ഒരു ക്യാമ്പസിൽ വന്ന ഒരാളെ കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും ആ ഓൺ സ്പോട്ടിൽ തന്നെ, എനിക്ക് മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ പറയാനില്ലാത്തതുകൊണ്ട് അവിടെ കോളേജിൽ പോയി ഞങ്ങളുടെ സാറുമായിട്ടും ഞങ്ങൾ പാസ്റ്റർ കുടുംബമായി പോയിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോ തന്നെ ആ ഓൺ സ്പോട്ടിൽ തന്നെ സാറിനും മനസ്സിലായി ഇവിടെ കർണാടകത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ. അങ്ങനെ സാറ് പറഞ്ഞു ഞാൻ കോണ്ടാക്ട്. അപ്പൊ എനിക്ക് ഭാരം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ആര് പോകും, ഇവിടത്തെ ഡീറ്റെയിൽസ് എന്താ, ഇങ്ങനെ ഒരു കാര്യം ഇത്രയും മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം ഭാര്യ മരിച്ചു, ഒരു കുഞ്ഞുണ്ട്, ഞാൻ സുവിശേഷ വേലയ്ക്ക് താല്പര്യപ്പെടുന്നു, എനിക്ക് സുവിശേഷ വേലയ്ക്ക് താല്പര്യം ഉണ്ടെന്നുള്ളത് കൊണ്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചില്ല. അപ്പൊ ആര് പോകും, ആരന്വേഷിക്കുക, അതിനൊന്നും ആരുമില്ല. ആ സമയത്താണ് ഇങ്ങനെ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇവിടെ നിന്ന് പോൾ വർക്കിയപ്പച്ചനും അവിടെ നിന്ന് ജോൺ പിലിപ്പോ സാറ്. ഇന്ന് സാറ് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അവർ തമ്മിലും സംസാരിച്ച് ഒരു ഭാരവും വേണ്ട. ഇവിടെ പോൾ വർക്കിയപ്പച്ചനും പറഞ്ഞു, സ്റ്റാനി മുമ്പോട്ട് പൊക്കോ, ഒട്ടും ഭയപ്പെടണ്ട, ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങള്, അവിടുത്തെ സഭയിലെ കുഞ്ഞാണ്, അതുകൊണ്ട് അവളെ കുറിച്ച് ചിന്തയൊന്നും വേണ്ട, ഭാരം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ 2016 ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഞങ്ങളുടെ വിവാഹം നടന്നു. അതും അതിവേഗത്തിൽ ക്രമീകരിച്ചു. അതിന്റെ പിന്നിലും എൻ്റെ പ്രിയപ്പെട്ട ഒരു അധികാരം കടന്നു വന്നില്ല. എന്നാൽ ആ സമയത്തിലേക്ക് ഞാൻ കുറച്ച് അവരുമായിട്ടെല്ലാം അടുത്ത് വന്നു, അകന്നു നിന്നവരെല്ലാം അടുത്ത് വന്നു. ഏകദേശം 10-26 പേരോളം ഈ പറഞ്ഞ ഷാജി പാസ്റ്റർ കുടുംബം, ഈ ദൂത് പറഞ്ഞ ജോയിച്ചായൻ കുടുംബം, അങ്ങനെ കുറെ അവരുടെ ഫുൾ ഫാമിലിയാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും. ഷാജി പാസ്റ്റയും ജയിഞ്ഞ് അവര് എന്നെ അവരുടെ ഒരു കുടുംബാംഗം ആയിട്ടാണ് എന്നെ ഇപ്പോഴും അപ്പച്ചനും അമ്മച്ചും എല്ലാവരും കാണുന്നത്. അത്ര സ്നേഹത്തോടെ കടന്നു വന്നു. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത്രയും മനോഹരമായ ഒരു വിവാഹ ശുശ്രൂഷ എനിക്ക് ഉണ്ടാവുമെന്ന്. അങ്ങനെ മംഗലാപുരത്തെ IPC സഭാഹാളിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ, ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ വിവാഹം നടക്കുവാനും തുടർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സുവിശേഷ വേലയിലായിരിക്കാനും ദൈവം സഹായിച്ചു. അദ്ദേഹം കന്നഡ, കൊങ്ങിണി, മലയാളം. ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് 3 ഭാഷകളിൽ ഞങ്ങളുടെ ചർച്ചില് ശുശ്രൂഷയുണ്ട്. അപ്പൊ ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഇറങ്ങും, ട്രാക്ട് കൊടുക്കാൻ ബസ് സ്റ്റാൻഡിൽ പോകും, മലയാളികൾ വരുന്ന സമയത്ത് ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിവേഗത്തിൽ കർണാടകയിൽ നിരോധനം വന്നു. ട്രാക്റ്റുകൾ വിതരണം ചെയ്യാൻ പാടില്ല, സുവിശേഷം അറിയിക്കാൻ പാടില്ല. എന്നാൽ ഒന്നും അറിയത്തില്ല, മനസ്സിലാവില്ല. എന്നാൽ
അവിടെ പോയിരിക്കും. അങ്ങനെ ഇതെല്ലാം കേക്ക് ഒരു വശത്ത്, കൊങ്ങിണി കഴിഞ്ഞിട്ട് കന്നഡ കഴിഞ്ഞിട്ട് മലയാള സർവീസ്, അങ്ങനെ ഞാൻ അവിടെ പോയിരിക്കും, എല്ലാ കേക്കും പോവും. അങ്ങനെ കടന്നു പോകുന്ന സമയത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നു. ഞാൻ രണ്ടാം ഭാര്യ എന്ന നിലയില വന്നതെങ്കിലും എല്ലാ കുടുംബാംഗങ്ങളും എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വിഷയമുണ്ട് വാസ. ഇവിടെ വലിയൊരു കുടുംബമാണ്. പപ്പ ഇല്ല, മമ്മിയും 7 മക്കളാണ് ഇവര് മൊത്തം. അതില് രണ്ടാമത്തെ ആളാണ് എൻ്റെ അച്ചാച്ചൻ. അങ്ങനെ ഇവിടെ ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ വലിയൊരു കുടുംബം, ആ ഒരു അനുഭവം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അച്ചാച്ചനാണ് ആ സമയത്തിൽ വിശ്വാസത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരെല്ലാ സഹകരണവും സപ്പോർട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു, കുടുംബാംഗങ്ങളെല്ലാവരും. അവിടെ കടന്നുപോയ സമയത്തില് ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഒത്തിരി ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ, കാരണം ഭാഷ അറിയില്ല. അവിടെ നമ്മൾ പോയി ഇവര് കൊങ്ങിണി പറയും, നമ്മളിങ്ങനെ ഇരിക്കണം. ഞാനിങ്ങനെ ഓർക്കുക, അപ്പൊ സഹോദരിമാരൊക്കെ പറയും, ചേച്ചി പോയി കിടന്നോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കും, നമ്മളെ പക്ഷെ എന്നാൽ അവിടെ എല്ലാം സ്നേഹം ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു. ഭാഷ അവിടെ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയാവുന്ന കുഞ്ഞുങ്ങള്, സഹോദരന്മാരുടെ മക്കളെല്ലാമായിട്ട് ആ ഒരു ലെവലിൽ ഇവിടെ മോളായിട്ടാണെങ്കിലും അങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്ന സമയത്തില് എന്റെ ശരീരത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്റെ യൂട്രസ് സംബന്ധമായ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്കൊരു സർജറി 2018 വേണ്ടി വന്നു. ശക്തമായ പ്രതികൂലമായിരുന്നു അത്. എന്നാലും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. പല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തപ്പോഴും ഇവര് ഞങ്ങൾക്ക് എതിരെ പല ഇതും പറഞ്ഞു, എനിക്ക് ഓപ്പൺ സർജറി വേണമെന്നിട്ട്. നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്ന, ടെക്നോളജി ഇത്ര വളർന്നപ്പോ ഓപ്പൺ സർജറി വേണ്ട, കീഹോൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2018 ഈ സർജറിയിൽ കൂടി കടന്നു പോണ സമയത്തിൽ ഞാൻ വളരെ പ്രശ്നത്തിൽ കൂടി കടന്നുപോയി. പക്ഷേ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കടന്നു വരാൻ പോകുന്ന വിഷയങ്ങളെ മുൻകൂട്ടി ഒരു കാഴ്ചപ്പാട് ദൈവം തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തില് ആ കാഴ്ചപ്പാട് ഞാൻ കണ്ടു. ഇങ്ങനെ കട്ടിലേന്ന് ആരോ താഴേക്ക് ഇടും, വെളുപ്പിന് 5 മണി കഴിഞ്ഞ സമയത്ത്. ആ സമയത്ത് പ്രാർത്ഥിച്ചു, ഉണർന്ന അച്ചാച്ചനെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു. എന്നാൽ അതെനിക്ക് ചിന്ത തന്നു, അതെന്തോ ഒരു പാരമ്പര്യം. സാരമില്ല, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ പാസ്റ്ററും എല്ലാ കൈത്താങ്ങും സഭാ വിശ്വാസികളെല്ലാം ശക്തമായ പ്രാർത്ഥനയിലുണ്ടല്ലോ, ഭാരപ്പെടേണ്ട. എന്നാലും വീട്ടിൽ മടങ്ങി വന്ന് 13-ാം ദിവസം, സർജറി കഴിഞ്ഞ് 13-ാം ദിവസം എൻ്റെ യൂറിൻ ടാപ്പ് പൊട്ടിപ്പോകുന്ന പോലെ യൂറിൻ പോകാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ആകെ ടെൻഷനായി, അച്ചാച്ചന് ഭാരമായി. അന്ന് മോള് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് സഡനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ വേഗം ഡോക്ടറെ വിളിച്ചു, പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വേഗം സമയത്ത് അന്ന് നേരത്തെ കുഞ്ഞ് കോളേജിൽ നിന്ന് വന്നു, ചേട്ടന്റെ മോനും ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് എന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവര് വേഗം MRI സ്കാനൊക്കെ എഴുതി നോക്കുമ്പോൾ പാസ്റ്റർ എന്റെ യൂറിൻ ട്യൂബ് കട്ടായി. 13-ാം ദിവസം യൂട്രസ് സംബന്ധമായ സർജറി കഴിഞ്ഞിട്ട്. അങ്ങനെ അതിവേഗത്തിൽ ഇവരെന്നെ അടുത്ത് ഒരു യൂറോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്ത്, എന്റെ ഗൈനക്കോളജി സജസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇവരോടെല്ലാം എന്റെ പ്രശ്നം അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ചൻ വേണം ഇത് മാനേജ് ചെയ്യാൻ. അപ്പൊ ആ വേദനകൾ, പ്രശ്നങ്ങളുടെ മധ്യത്തില് ഭയങ്കര പ്രശ്നമായി. ഒരു സൈഡിൽ നിന്ന് നോർമൽ യൂറിൻ പോണം, ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവരെ എമർജൻസി ആയിട്ട് എനിക്ക് ബൈപ്പാസ് ചെയ്തു. അതും കീഹോളാണ് ചെയ്യുന്നത്. ആ സമയത്തിലൊക്കെ ഞാൻ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയി. ദൈവസഭ വളരെ പ്രാർത്ഥിച്ചു. ഈ ഇടതുവശത്തെ വലിയ ട്യൂബുകളൊക്കെ ഇട്ട്, യൂറിൻ ബാഗ് ഇട്ട്, ഒരു വശം നോർമൽ പോണം. ആ സമയത്ത് ഞാൻ ICU കിടക്കുന്ന സമയത്തൊക്കെ വളരെ ക്രിട്ടിക്കലായ സിറ്റുവേഷനിൽ കൂടി ഞാൻ കടന്നുപോയി. ICUന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ എൻ്റെ സിറ്റുവേഷനുകൾ വേരിയേഷൻസ് വന്നുകൊണ്ടിരുന്നു. 24 hours എൻ്റെ ഡോക്ടറും യൂറോളജിസ്റ്റും എല്ലാം എനിക്ക് അവൈലബിൾ ആയി വന്നു. എന്നാൽ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് വളരെ ഭാരം കടന്നു വന്നു. കാരണം ഞാൻ ഇത്രയേ ചിന്തിച്ചുള്ളൂ, ഞാൻ രണ്ടാമതായി കടന്നു വന്ന ഒരാൾ, എൻ്റെ അച്ചാച്ചന് ഇനിയൊരു സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. ഞാനും എൻ്റെ അച്ചാച്ചനും ദൈവമായിട്ട് ഒരു ഉടമ്പടി എടുത്ത്, കർത്താവേ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി ഒരു പ്രതിസന്ധി വരുത്തരുത്. എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്താൽ ഞങ്ങൾ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിക്കാമെന്ന് ഞാനും എൻ്റെ അച്ചാച്ചനും തീരുമാനം എടുത്തു. ഞാനും എൻ്റെ ഹൃദയത്തിൽ രഹസ്യത്തിൽ ഒരു തീരുമാനം എടുത്തു. എൻ്റെ അച്ചാച്ചൻ ഞാൻ മുഖാന്തരം, കാരണം ഞാൻ വൈകി രണ്ടാമത് വന്ന ഒരാള്, ഇനി അതേ സിറ്റുവേഷനിലാണ് അച്ചാച്ചൻ ആദ്യത്തെ അനുഭവം. മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നൊരു പിറുപിറുപ്പോ, അതും ഞാനാണെങ്കിൽ ദൈവ പൈതല, അച്ഛന്റെ വൈഫ് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, മകളും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു വിശ്വാസിയായി ഞാനും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകരുത്. ഞാൻ മുഖാന്തരം എൻ്റെ അച്ചാച്ചന് ഇനി ഒരു ദോഷം വരരുത്. കർത്താവിന്റെ പ്രാണനും ജീവനും മടക്കി തന്നാൽ ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷ വേലയ്ക്ക് സമ്പൂർണ്ണമായിട്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തു. ആ
സമയത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും. ആ സമയങ്ങളിലെല്ലാം ഞാൻ ഫുൾ ടൈമും പ്രാർത്ഥനയിലായിരിക്കും. ഭക്ഷണം, മെഡിസിന്, മറ്റുള്ള കാര്യങ്ങളല്ലാത്ത സമയത്തെല്ലാം ഞാനിങ്ങനെ ഇരിക്കാൻ പറ്റാത്ത സമയത്ത് നടന്നുകൊണ്ടേ പ്രാർത്ഥനയിലായിരിക്കും. അങ്ങനെ ഇരുന്ന സമയത്തിൽ എനിക്ക് വീണ്ടും പ്രോബ്ലമായി. ഈ ട്യൂബും ബ്ലോക്ക് ആവാൻ തുടങ്ങി. കൂടെ 2-3 വട്ടം എടുത്തു. അങ്ങനെ കൊണ്ടുപോലെ യാത്രകളും ബുദ്ധിമുട്ടായിരുന്നു എന്നെ കൊണ്ട്. അച്ചാച്ചൻ അതെല്ലാം നന്നായി സ്ട്രഗിൾ ചെയ്തു. എന്നെ നന്നായി ശുശ്രൂഷിച്ചു. എനിക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നൽകി തന്നു. 3ാമത്തെ സർജറി 1 മാസത്തിനുള്ളിൽ അങ്ങനെ 3 സർജറി എന്റെ ശരീരത്തിൽ കീഹോളായിട്ടാണ് ചെയ്തത്. ആ 3 സർജറി ഞാൻ ഓവർകം ചെയ്തു. എന്നാൽ അവിടെയും ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളോട് കൂടെ. ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചു പാസ്റ്റേ. അന്നൊക്കെ വചനം പഠിക്കുന്ന സമയത്തൊന്നും എങ്ങനെയാണ് ദൈവം പേർ ചൊല്ലി വിളിക്കുന്നത്, ഉള്ളംകരത്തി വഹിക്കുന്നത്, കണ്ണുനീർ തുടയ്ക്കുന്നത്, അതൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ വലിയ പരിപാലനങ്ങള് എനിക്ക് എന്റെ ആ ഹോസ്പിറ്റലിലെ ആ സമയങ്ങളിലൊക്കെ അനുഭവിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ 3ാമത്തെ സർജറിയും കഴിഞ്ഞു. 6 മാസം ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. എന്നാൽ ആ സമയങ്ങളിലും ഞാൻ വളരെ ശക്തമായ പ്രാർത്ഥനയോടും സഭാ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വളരെ ഭാരപ്പെടുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടായി. നമ്മളൊക്കെ പ്രാർത്ഥന സപ്പോർട്ട് തരുന്നവരിൽ നിന്ന് തന്നെ 2ാമത് കെട്ടിക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കാനുള്ള യോഗം എന്നുള്ളൊരു വാക്ക് വന്നു. അതെനിക്ക് ഒരുപാട് ഭാരം തന്നെങ്കിലും ഞാൻ ആ ഭാരത്തെ ഞാൻ എൻ്റെ യേശുപ്പച്ചന്റെ ക്രൂശിന്റെ ചൂടിലേക്ക് ഇറക്കി വെച്ചു പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നെ അയച്ചത് ദൈവം ഒരു പ്രത്യേക നിയോഗത്തോടെ. ഇതെന്റെ വിവാഹം നടന്നത് ദൈവത്താൽ സംഭവിച്ച, മാനുഷികമായിട്ട് നടന്നതല്ല, ദൈവത്താൽ ചേർപ്പിക്കപ്പെട്ടതാ. സുവിശേഷ വേലയ്ക്കാന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് എന്റെ അച്ചാച്ചൻ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി ഇനി കടന്നു പോകാൻ ദൈവം അനുവദിക്കരുത്. എനിക്ക് ആരോഗ്യം തന്ന് എനിക്ക് അച്ചാച്ചനോട് ശുശ്രൂഷിച്ച് സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങായി മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങള് ഒരുമിച്ച് തീരുമാനം എടുക്കുകയും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മംഗലാപുരം മെയിൻ ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 28 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സഭാ ശുശ്രൂഷ ഏൽപ്പിച്ചു. കന്നഡ. ഞങ്ങൾ 2 ദേവദാസന്മാർ ഒരുമിച്ച് കന്നഡ സർവീസ് ആരംഭിച്ചു. ഉച്ച കഴിഞ്ഞ് ഈവനിങ് സർവീസ്, പകല് മലയാള സർവീസിൽ മംഗലാപുരത്ത് കൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊറോണയുടെ 1 വർഷം ഞങ്ങൾ അവിടെ ഈവനിങ് സർവീസ് നടത്തി. എനിക്ക് കന്നഡ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും. ഇതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോ പ്രാർത്ഥിക്കും, കർത്താവെ ഗ്രഹിപ്പാൻ ബുദ്ധി തന്നെ ഞാൻ. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടാണ് ഈ കന്നഡ ഭാഷ കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ പാട്ടുകൾ, കന്നഡ പാട്ട് മെയിൻ കൂടുതലും പാടുന്ന കന്നഡ പാട്ട്. അപ്പൊ അതങ്ങനെ കേട്ടിട്ട് ഞാൻ പഠിച്ചെടുക്കും. അങ്ങനെ പാടാൻ അധികം കഴിവൊന്നുമില്ലെങ്കിൽ പോലും അതെല്ലാം കേട്ട് പഠിക്കാനും അങ്ങനെ 1 വർഷം അവിടുത്തെ കന്നഡ സർവീസ് എനിക്ക് കന്നഡയിൽ കുറച്ച് ഡെവലപ്പ് ആവാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ ഞാൻ അച്ചാച്ചന്റെ ഫാമിലി കൊങ്ങണി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെ പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്താണല്ലോ നമ്മുടെ കൊറോണ വന്നത്. ആ കൊറോണ സമയത്തിൽ പിന്നെ വാടക കെട്ടിടത്തിലാണ് നമ്മൾ ഉച്ച കഴിഞ്ഞ് ആ ഈവനിങ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അത് പക്ഷെ നമുക്ക് നിർത്തേണ്ട വന്നു. അങ്ങനെ ഞങ്ങള് ഈ മംഗലാപുരത്ത് നിന്ന് അച്ചാച്ചന്റെ സ്വന്തം ദേശത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അവിടെ അച്ചാച്ചന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് അച്ചാച്ചൻ വിശ്വാസത്തിൽ വന്നിട്ട് 25 വർഷമായി. ആ സമയത്ത് മുതൽ അച്ചാച്ചന്റെ ദേശത്ത് ഒരു നല്ല ദൈവസഭ ഇല്ലായിരുന്നു, കൂട്ടായ്മകളൊന്നുമില്ലായിരുന്നു. അപ്പൊ അന്ന് മുതലേ അച്ചാച്ചന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അവിടെ ഒരു ആലയം വേണം, ഒരു വിശ്വാസക്കൂട്ട് അവിടെ ഉണ്ടാവണം, അടിസ്ഥാനമുള്ള ഒരു ഉപദേശമുള്ള ഒരു ആലയം വേണം എന്നൊക്കെ അച്ചാച്ചന്റെ ഒരു ദർശനവും കാഴ്ചപ്പാടും നിമിത്തം ഞങ്ങള് 2000 അങ്ങനെ ബാലഹന്നൂരിന്റെ പ്രദേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അച്ചാച്ചൻ അവിടെ ഒരു സഭാ ആലയം പണിതു. അങ്ങനെ 2022 ആലയം ഡെഡിക്കേറ്റ് ചെയ്തു. എന്നാൽ അവിടെയും വളരെ പ്രതികൂലങ്ങളാണ്. അതും കന്നഡ സർവീസാണ് പാസ്റ്റർ. നമുക്ക് മലയാളികളാണ്, എന്നാൽ അവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന വിശ്വാസികളാ. IPCയോട് ചേർന്ന് തന്നെ ഞങ്ങൾ ആ ആലയത്തില് പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഡെഡിക്കേഷൻ സമയത്ത് തന്നെ നമുക്ക് വളരെ പ്രതികൂലം കടന്നു വന്നു. ആ ഏരിയ അത്ര പ്രതികൂലങ്ങളുടെ ഏരിയ ആണ്. ഒരു രീതിയിൽ നമുക്ക് സുവിശേഷം അറിയിക്കാനോ ഒരു രക്ഷയില്ല. ഡെഡിക്കേഷന്റെ അന്ന് തന്നെ നമ്മള് പോലീസ് കടന്നു വന്നു. ആലയത്തിൽ ഏറ്റവും 100-300 ആളുകളുടെ മേലെ സെന്ററും എല്ലാം കൂടി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച ചുരുക്കം സമയത്തിനുള്ളിൽ അവിടെ നമുക്ക് നമ്മുടെ മൈക്ക് സിസ്റ്റം എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട ഇവിടെ, അങ്ങനെ നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് കിട്ടി, പരിസരവാസികൾ കംപ്ലൈന്റ് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പ്രോഗ്രാമിൽ ഒരു ചെറിയ ഭാരം കടന്നു വന്നു. എന്നാൽ പോലും അതെല്ലാം നന്നായി. മൈക്ക് വേണ്ട, നമ്മൾ പെന്തക്കോസ്തരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൃപയുണ്ടല്ലോ, നമുക്ക് മൈക്ക് ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളെ ചെയ്തെടുക്കാനുള്ള ഒരു കൃപ എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും കൃപയാൽ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു ആലയവും ചുരുക്കം വിശ്വാസികൾ, പുതിയ പ്രവർത്തനമാണ് എങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങള് 2.5 വർഷം കഴിഞ്ഞ് അവിടെ
സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ പിന്നെയും കടന്നു വന്നു. 2023 ഒരു സൺഡേ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പോലീസ് കയറി വന്നു. ഞങ്ങൾ 9:30 ആകുമ്പോഴത്തേന് ആലയത്തിൽ കയറും. 10 മണിക്കാണ് വിശ്വാസികൾ കടന്നു വരുന്നത്. അന്ന് ഞങ്ങൾക്ക് ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു ദേവദാസനും കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ആലയത്തിൽ കയറി പായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കാതിരിക്കുമ്പോ അതേ പോലീസ്, നിങ്ങൾ ഇവിടെ മതാന്തരം നടത്തുകയാണെന്ന് നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ പ്രാർത്ഥന നടത്താൻ പാടില്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണം, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസികൾ അധികം ആരും വന്നിട്ടില്ല. അപ്പൊ അന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ദേവദാസന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, 9 മാസം. അപ്പൊ ആ ഒരു ചെറിയ കുഞ്ഞുണ്ട് അവിടെ, ആദ്യത്തെ കുഞ്ഞുണ്ട്. അവര് പറഞ്ഞു ഈ കുഞ്ഞും ഇവരിവിടെ ഇരിക്കട്ടെ, വേറെ ആരും ഇവിടെ ഇരിക്കണ്ട, ബാക്കി എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 ദേവദാസന്മാര് ഞങ്ങള് താഴെ ഇറങ്ങി വരുമ്പോഴത്തേനും ചില വിശ്വാസികൾ വന്നു തുടങ്ങിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആരെയും ഫോൺ വിളിക്കാൻ പോലും സാവകാശം ഇല്ല. അപ്പൊ ഈ പോലീസ് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയ സമയത്തിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു ചിന്ത വന്നു, സെൻട്രൽ സെക്രട്ടറിനെ വിവരം അറിയിക്കണമെന്ന്. അന്ന് ഫെബ്രുവരി മാസമാണ്, ഒരു 19-ാം തീയതി ബാംഗ്ലൂരില് IPCയുടെ സ്റ്റേറ്റ് കൺവെൻഷൻ നടന്നു കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ദിവസമാണ്, സൺഡേ കൂട്ടായ്മയെല്ലാം കൂടെ. അങ്ങനെ ഒറ്റ നിമിഷത്തിൽ ഞങ്ങൾ ഈ ഇൻഫർമേഷൻ കൊടുത്തു, ഞങ്ങളെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് സഭയ്ക്ക് എന്ന് പറഞ്ഞ്. ഈ സെൻട്രൽ സെക്രട്ടറി അത് ബാംഗ്ലൂരിലേക്ക് സ്റ്റേറ്റിലേക്ക് വിളിച്ചറിയിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു 5-8 പേരെ, ഞങ്ങൾ ബാക്കിയുള്ളവർ വന്നില്ലായിരുന്നു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ കയറ്റിയിരുത്തി. അവർ ഞങ്ങളെ ആരും മിണ്ടാൻ വിട്ടില്ല. ഒരു പ്രത്യേക ഇതില് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹോദരിയൊക്കെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്ത് കുറ്റം ചെയ്തിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന നാണക്കേടല്ലേ. എന്നാല് ഞാൻ ആ സഹോദരിയെ എന്നാ മിണ്ടാൻ വിടത്തില്ല അവര്. അപ്പോ എങ്കിലും അവര് കേൾക്കാതെയൊക്കെ അങ്ങനെ ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട്, എന്നാലും ഇവര് ഞങ്ങളെ ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് വിളിപ്പിച്ചു. SI വന്നു. എന്നെയാണ് ഫസ്റ്റ് വിളിക്കണേ. എനിക്ക് ഭാഷയൊന്നും അത്ര അറിയത്തില്ല. എന്നാല് ഇവരിങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാന് പറഞ്ഞു എൻ്റെ ഭർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ വ്യക്തമായ മറുപടികൾ കൊടുത്തു. സാറേ, എനിക്കിതൊന്നിനെ കുറിച്ചും അറിയത്തില്ല, ഞങ്ങൾ അവിടെ മതാന്തരമല്ല നടത്തുന്നത്, ഇത് ഞങ്ങളുടെ ഓൺ ഇതാണ്, അതിനകത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഹസ്ബൻഡിനെ അറിയത്തുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കന്നഡ അറിയത്തില്ല. അപ്പൊ അവരിത് വേറൊരു വനിതാ പോലീസ് ഇതിന്ന് വീഡിയോ പിടിക്കുന്നു, വേറൊരാൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. അങ്ങനെ വളരെ ഭാരമാക്കുന്ന കാര്യങ്ങളാണ് വന്നെങ്കിലും ഞാൻ അകത്ത് ഒരു ക്ഷീണം തോന്നിയെങ്കിലും പുറത്ത് ഞാൻ അത് ഭാവിക്കാതെ ഞാൻ ധൈര്യത്തോടെ നിന്ന് എന്നെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടികൾ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു പൊക്കോ. അവര് നമ്മളെ വേറൊരു റൂമില് ഒറ്റയ്ക്ക് കൊണ്ടിരുത്തി. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ കുറെ അങ്ങനെ ഉച്ചയ്ക്ക് 2 മണി വരെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, അത് ഫുൾ വീഡിയോ പിടിക്കുന്നു. അങ്ങനെ ഏറ്റവും ഭാരകരമാക്കുന്ന അവസ്ഥ. എന്നാൽ ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ദൈവനാമ മഹത്വത്തിനാണല്ലോ നമ്മളൊരു തെറ്റ്, കാരണം പുതിയ ആളുകളൊന്നുമില്ല അവിടെ, അത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധയോടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. പുറത്തു പോയി സുവിശേഷം പറയാനോ ട്രാക്ട് കൊടുക്കാനോ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നിനും പറ്റില്ല. അത്രയും സ്ട്രിക്റ്റ് ആയ സ്ഥലമാണ് സുവിശേഷ വിരോധികളുടെ. എന്നാൽ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും 2 മണിയാകാനായപ്പോഴത്തേനും അവര് തന്നെ വിളിച്ചിട്ട് പറയാ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്ന്. അപ്പോഴും ഞങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലാവണില്ല പാസ്റ്റേ. ഞങ്ങള് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് 2 മണിക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലെ ആലയത്തിൽ ചില നിബന്ധനകൾ അവർ വെച്ചു. നിങ്ങൾ ഇനി ഇവിടെ ആരാധന നടത്തരുത്, പുതിയ ആൾക്കാരെ കൊണ്ടുവരുത്, ആളുകൾ വന്നാൽ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ചെയ്യണം. അങ്ങനെ കുറെ നിബന്ധനകൾ വെച്ചിട്ട് ഞങ്ങളെ മടക്കി അയച്ചു. ഞങ്ങളെ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വീഡിയോ ക്ലിപ്പ് വന്നു. ബാംഗ്ലൂരില് കൺവെൻഷനിൽ ഓൺ ടൈമില് വേറൊരു ചർച്ചിലും അറ്റാക്ക് ഉണ്ടായി, ഈ കർണാടക സ്റ്റേറ്റിൽ തന്നെ. അവര് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ക്ലിപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നോക്കുമ്പോൾ സഭ സ്റ്റേറ്റ് ഒന്നടക്കം, ഒരു സമൂഹം ഒന്നടക്കം ശക്തമായ പ്രാർത്ഥന. അപ്പൊ മനസ്സിലായി ഇവിടെ വായിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൈവം വിടുവിച്ചു എന്ന് പറയാനായിട്ട് ഇടയാക്കിയെന്ന്. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമാണ് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആ മൂമെന്റ്സിൽ ഞങ്ങളും അനുഭവിച്ചായിരുന്നു. പ്രാർത്ഥനയുടെ ഒരു കൂട്ടം ജനത ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചത്, ആ വാക്ക് അവരുടെ വായിന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളെ വിടുവിച്ചു എന്ന് പറയുവാനുണ്ടായ ആ ശ്രേഷ്ഠ മഹത്വര അനുഭവം ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇടവന്നു. പിറ്റേ സൺഡേ വരുവാണ്, നിങ്ങൾ വിശ്വാസികൾ ആരും ഭവനത്തിലേ ഇരിക്കാവുള്ളൂ, ആലയത്തിൽ കൂട്ടം കൂടി ഇരിക്കരുത് എന്നൊക്കെ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ പോളവർക്കി അപ്പച്ചന്റെ പ്രിയ മാതാവ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് ഫ്യൂണറലിന് കടന്നു വരണം. ഞങ്ങൾ ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് കുറച്ച് സ്ഥലം നെറ്റ്വർക്ക് ഇല്ല, ഫോൺ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ നെറ്റ്വർക്കിന്റെ ഒരു ഗ്യാപ്പിൽ വന്നപ്പോ ഒരു ഫോൺ കോൾ വരുവാ.
അപ്പോഴത്തേനും നോക്കുമ്പോ ഈ SI വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ ആരാധിച്ചു, എന്താണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് പെർമിഷൻ തന്നില്ലല്ലോ സാറേ, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മംഗലാപുരത്ത് ഒരു ഫ്യൂണറൽ സർവീസ് ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിലാണ്. എന്താ സാറ് വിളിച്ചെന്ന് ചോദിച്ചു. അത് ഞാൻ വിളിച്ചത്, എന്നാ ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച സൺഡേ മുതൽ നിങ്ങൾ ആരാധന സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം. ആ നോ പറഞ്ഞ ഇടത്ത് തന്നെ യേസ് കേൾക്കാനായിട്ട് വലിയനായ ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ പോയി മടങ്ങി വന്നു. പിന്നെ തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെയും കൂട്ടായ്മകൾ ആരാധനകളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. കൃപയാല് ചെറിയ കൂട്ടമെങ്കിലും ശക്തമായ പ്രാർത്ഥന, കാരണം പുറത്തുപോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ശക്തമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്കും ചില പ്രശ്നങ്ങൾ കടന്നു വന്നു പാസ്റ്റേ. ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഇട്ടുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു സഹോദരൻ കുടുംബം, ഞങ്ങൾ വരുന്നതിന് മുന്നേ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാമിലിയാണ്. അവര് ചില വിശ്വാസികളെ വിളിച്ചിട്ട് നമ്മുടെ അടുത്തൊന്നും പോകാനായിട്ട് ഇടയായി തീർന്നു. സഭ ശൂന്യമായി. ഞാനും എൻ്റെ അച്ചാച്ചനും മാസങ്ങളോളം ആഴ്ചകളോളം ഞങ്ങൾ രണ്ടും മാത്രം ഇരുന്ന് ആരാധിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ അവിടെയും ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് അറിയുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ഏതെല്ലാം അവസ്ഥകളെ കൂടി കടന്നു പോകാനായിട്ട് മാനുഷികമായതോ ജഡീകമായതോ അല്ലെങ്കിൽ ശത്രുവിനാലോ ഉണ്ടാകുന്ന പ്രതിസന്ധികളായി ഇരിക്കുക, എന്നാൽ നമ്മളുടെ ദൈവം നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് കണ്ടിട്ടുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് നമ്മളെ ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏതൊരു അവസ്ഥകളിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന ആ ദൈവിക സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഞാൻ ഈ വിവാഹം വേണ്ടാന്ന് വെച്ച് തീരുമാനിച്ച് എന്നെ തള്ളിക്കളഞ്ഞ എൻ്റെ അമ്മച്ചി, ഞാൻ മരിച്ചാലും നീ എൻ്റെ വീട്ടിൽ കടന്നു വരരുത് എന്ന് പറഞ്ഞ്, എന്നെ ശവം കാണാൻ വരരുത് എന്ന് പറഞ്ഞ അമ്മച്ചിയെ അച്ചാച്ചൻ പോയി കൊണ്ടുവരുവാനും എൻ്റെ സർജറി സമയത്തിൽ എന്നൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്യാനും ഇടയായി. അതിന് ശേഷം അമ്മച്ചി ചില രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയി. 2-2.5 വർഷത്തോളം അമ്മച്ചിയെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളോട് ഒരുമിച്ച് നിർത്തി ശുശ്രൂഷിപ്പാനൊക്കെ ഇടയാക്കി. അപ്പോ ഈ പോയ വർഷത്തില് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭവനത്തിൽ ഞങ്ങളുടെ അമ്മച്ചിമാര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും കർത്താവിന്റെ സമയത്ത് അതൊക്കെ ചന്തോചിതമായിട്ട് നടക്കണമെന്ന് ആവശ്യമാണല്ലോ. അതെപ്പറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നു കളയുമോ? എന്നാലും ഞാൻ അമ്മയെ പോലെയുള്ള സ്നേഹം തരുമെന്ന വാഗ്ദത്തം നിവൃത്തിയിൽ കൂടി എന്നെ എൻ്റെ ദൈവം നടത്തി. ഞാൻ എൻ്റെ യേശോപ്പച്ചാന്നാ പറയുള്ളൂ. കാരണം ഈ ഭൂമിയിലെ സകലവും സർവ്വവും നഷ്ടപ്പെട്ട സമയത്ത്, പെരുവഴിയിലായ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചെന്റെ യേശു അപ്പച്ചൻ. ആ അപ്പച്ചന്റെ ഇത്രത്തോളം കരുതലുകൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗാവസ്ഥകളില് ദൈവം സൗഖ്യപ്പെടുത്തുന്ന യഹോവ എന്ന് രുചിച്ചറിയുവാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഈ സഭാ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലും പ്രതിസന്ധികൾ കടന്നു വന്നു. ഇപ്പോഴും പല ഭാരങ്ങൾ കടന്നു വരുന്നുണ്ട് സഭ. അങ്ങനെ പോയവര് വീണ്ടും മടങ്ങി വന്നു. അവർ പല സ്ഥലങ്ങളിലും പോയി, അവർക്ക് അതൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. പോയിടത്തൊന്നും സ്വതന്ത്ര സഭകൾ അതൊന്നും അത്ര ഇതല്ല. എന്നാൽ ആ അടിസ്ഥാനത്തിൽ വേരൂന്നി നിൽപ്പാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ പുതിയ 1-2 കുടുംബങ്ങള് ജോലിയോടനുബന്ധിച്ച് കടന്നു വരുന്നത്, അങ്ങനെ ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സഭയുടെ സവിശേഷത പറഞ്ഞാല്, ഏകദേശം ഇപ്പോൾ 5 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ കൂടിച്ചേരുന്ന ഒരു ആലയമാണ് ഞങ്ങളുടേത്, ശുശ്രൂഷയാണ്. കന്നഡ, കൊങ്ങിണി, മലയാളം, തമിഴ്, തെലുങ്ക്, ഇത്രയും ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സ്റ്റേറ്റുകളിലുള്ളവർ ഒന്നിച്ച്, കന്നഡയും കൊങ്ങിണി ഇവിടുത്തെ ഭാഷയാണ് കർണാടകത്തിലെ. ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട മലയാളികളാണ്. നമ്മുടെ ലാംഗ്വേജ് കന്നഡയാണ് സഭ ആരാധന നടത്തുന്നത്. അപ്പോൾ എന്നാലും എല്ലാം മിക്സ് ആക്കും. ചിലവര് ഈ മലയാളം അറിയാത്തവരുണ്ട്, കന്നഡ അറിയാത്തവര്, ചില ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ. അപ്പൊ എന്നാലും അവിടെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് അച്ചാച്ചൻ അതെല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ട് അവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അച്ചാച്ചന് കൃപയാല കർത്താവ് അങ്ങനെ ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. വിവിധ ഭാഷകൾ, ഹിന്ദി, ഇംഗ്ലീഷ്, അവിടുത്തെ കോമൺ ഭാഷകളൊക്കെ സംസാരിച്ച് അവരെല്ലാം ചേർത്ത് പിടിച്ച് അവർക്കും ആ ഒരു ആത്മീക വർധനയും വളർച്ചയും തരുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭാ ശുശ്രൂഷകളും ഒക്കെ സഹായിക്കുന്നുണ്ട് പാസ്റ്ററെ. എന്നാൽ ഒരു ചെറിയ ഭാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത്ര നിലവാരത്തില് ഇപ്പോഴത്തെ ആ ഒരു ഇതിലേക്ക് ഒരു മൈക്ക് സിസ്റ്റം ഞങ്ങളുടെ സഹോദരൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു ഈ പുതിയ വർഷത്തില്. എന്നാൽ അത് ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല. അപ്പൊ ആ പെർമിഷന് പോയിട്ടും അവിടെയും തട. കാരണം അവിടെ അങ്ങനെ ഒരു നിയമമില്ല, നമുക്ക് മൈക്ക് പെർമിഷൻ തരരുത് എന്ന്
ഒരു നിയമമില്ല. അത് ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ എല്ലാ സഭകൾക്കും എല്ലാ ചർച്ചുകൾക്കും ഒക്കെ കൊടുക്കുന്ന പെർമിഷൻ ആണത്. എന്നാൽ 3-4 പ്രാവശ്യം കടന്നുപോയി. അവര് പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോഴും ആ മൈക്ക് പെർമിഷന്റെ ഇത് ശരിയായിട്ടില്ല. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാണല്ലോ ഇത്രത്തോളം കൊണ്ടുവന്നത്. കാരണം സഭാരാധന പോലും നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ഞായറാഴ്ച മാത്രമാണ് ആരാധന മുടക്കിയുള്ളൂ. അവിടെ ഞങ്ങൾക്ക് ദൈവം വലിയവനാണ്, ദൈവം ഈ വിഷയത്തിന്മേലും നീക്കുപോക്ക് തരും എന്ന വിശ്വാസവും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ട്. അതുപോലെ ദൈവം എൻ്റെ ജീവിത വഴിത്താരയിലൊക്കെ ഓരോ സമയങ്ങളിലും കടന്നു വന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ രോഗത്തിന്റെ അവസ്ഥ, അവിടെയെല്ലാം എൻ്റെ ദൈവം ആരെന്ന് ആളത്വമായി തന്നെ രുചിച്ചറിയുവാൻ ആ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ അഭിഷേകം ഞാൻ വിശ്വാസത്തിൽ സ്ഥാനപ്പെടുന്നതിന് മുന്നമേ പ്രാപിച്ച ആ അഭിഷേകത്തെക്കാട്ടിലും ഒരു പടി കൂടി വലുതാണെന്ന് തിരിച്ചറിയുവാനുള്ള ആ ഒരു കൃപ ദൈവം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ തന്നു. എന്നാലും പലപ്പോഴും ഒഴുകിയോ ഒലിച്ചോ ഒക്കെ പോകാമായിരുന്ന പല ഘട്ടങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, കരുണ തോന്നിയ ദൈവമാണ്. റോമാലേഖനത്തിൽ പറയുന്നത് പോലെ എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലല്ലേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. അപ്പൊ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇത് തിരിച്ചറിഞ്ഞു. ഈ ഒരു വചനം അന്ന് എന്നോട് ശക്തമായി സംസാരിച്ചത് സർവ്വഭൂമിയിലും സാക്ഷ്യത്തിനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട്. ഈ കർണാടകത്തിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല എൻ്റെ ശുശ്രൂഷ തലങ്ങളെന്ന് എൻ്റെ സാക്ഷ്യത്തിൽ കൂടി ദൈവം ആ മഹത്വം, ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി തന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഈ പ്രതിസന്ധി കടന്നു വന്നപ്പോഴും ഓരോ സമയത്തിലും ഓരോ പ്രതിസന്ധിയിലും അച്ചാച്ചനോടാണെങ്കിലും ദൈവാത്മാവ് ഓരോ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ദൈവം സംസാരിക്കും അച്ചാച്ചനോട്. അപ്പൊ ഈ മൈക്ക് സിസ്റ്റത്തിന്റെ വിഷയം വന്നപ്പോഴും ഞങ്ങൾക്ക് ഭാരം വന്നു. കാരണം സഭ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ പല ഘട്ടങ്ങളിലായി പല പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും വിശ്വാസികളും വേണ്ട ഈ IPC വേണ്ടാന്ന് പറഞ്ഞു പോയപ്പോഴും ആരാധന ഇവിടെ നടത്താൻ പറ്റില്ല എന്ന പ്രതികൂലം വന്നപ്പോഴും ഒക്കെ ഞങ്ങള് രഹസ്യത്തില് അതാത് സമയങ്ങളെ രഹസ്യത്തില് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സമയങ്ങൾ സമ്പൂർണ്ണമായിട്ട് അതിനെല്ലാം വേർതിരിക്കുകയും ചെയ്തപ്പോഴൊക്കെ ദൈവം ശക്തമായ മറുപടികൾ തന്ന് വിടുതലുകൾ തന്ന് ഞങ്ങളെ മാനിച്ച ആ ദൈവമാണ്. അപ്പൊ ഈ വിഷയം വന്നപ്പോഴും അച്ചാച്ചന് ഭാരം തോന്നി ഹൃദയത്തിലെങ്കിലും പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ശക്തമായിട്ട് അച്ചാച്ചനോട് ഇടപെട്ട ഒരു വചനമാണ് പാസ്റ്ററെ, യിരെമ്യാ പ്രവചനം 51:46. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസ കൃത്യങ്ങൾ നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുതെന്ന്. ആ വചനം ശക്തമായിട്ട് അച്ചാച്ചനോട് ദൈവാത്മാവ് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വേഗത്തിൽ ദൈവം ഒരു ക്രമീകരണത്തിലേക്ക് ഞങ്ങളെ നടത്തി. ആ ഒരു മൈക്ക് സിസ്റ്റത്തിന്റെ പെർമിഷൻ നമ്മുടെ ആലയത്തിന്റെ അനുഗ്രഹമായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഞങ്ങൾ പുതിയ വർഷത്തില് പുതിയ തീരുമാനങ്ങൾ എടുത്തു. ഒറ്റ ദിവസം പ്രാർത്ഥന മുടങ്ങാതെ ആലയത്തിന്റെ എല്ലാ പ്രവർത്തനം, കാരണം നമുക്ക് പുറത്തു പോയിട്ട് ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ഒരു രോഗിക്ക് വേണ്ടി പോയി ആരെങ്കിലും രോഗി ഉണ്ടെന്ന് കേട്ടാൽ അവരുടെ പേര് എഴുതിയെടുക്കും, ആരെങ്കിലും പ്രശ്നത്തിലുണ്ടെന്ന് അവരുടെ പേര് എഴുതിയെടുക്കും. ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ഒരു ദേവദാസൻ കുടുംബമുണ്ട്. എല്ലാ ദിവസവും 6 മുതൽ 7 വരെ വൈകിട്ട് ആലയത്തിൽ പോയിരുന്നു ഞങ്ങൾ ശക്തമായിട്ട് ദേശത്തിന്റെ വിടുതലിനും പുതിയ ആത്മാക്കൾക്കും വേണ്ടി രഹസ്യത്തിൽ പ്രാർത്ഥിക്കും. അതുപോലെ പകല് സഹോദരി സമാജത്തിന്റെ കൂട്ടായ്മ, ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന, വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന, ബുധനാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗ്, സഭാ പ്രവർത്തനം. കുറച്ച് കുഞ്ഞുങ്ങൾ, ആദ്യം ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളായിട്ടുണ്ട് സൺഡേ സ്കൂളിന്. ആ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനം അങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ സഭാ പ്രവർത്തനങ്ങളില് ഞങ്ങള് ചിക്കമംഗ്ലൂരിന്റെ പ്രദേശത്ത് ബാലഹന്നൂരില്, ചിക്കമംഗ്ലൂർ ജില്ലയിലെ ബാലഹന്നൂരിന്റെ പ്രദേശത്ത് ആയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സഭാ പ്രവർത്തനങ്ങളോടുള്ള കാര്യങ്ങള്. പ്രത്യേകിച്ച് അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയില് സുവിശേഷകൻ എന്ന ഡാനിയൽ ജോൺ പാസ്റ്ററോട് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കർണാടകയിലും മേലധികമായ പ്രതികൂല കാര്യങ്ങളിൽ കൂടിയൊക്കെ അനുഭവ സമ്പത്തുള്ള ഒരു ദേവദാസനാണ്. എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചു പ്രവർത്തനം 2.5 വർഷമായുള്ളൂ ഞങ്ങൾ പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് ആയിട്ടുള്ളൂ. ഞങ്ങളുടെ പരിചയം എല്ലാം കുറവാണ്. എങ്കിൽ പോലും കർത്താവ് ഈ ലോകത്തിലെ ഒരു ബൈബിൾ കോളേജിൽ പോയി ഡിഗ്രികൾ എടുത്ത് സർട്ടിഫിക്കറ്റുകൾ
എന്നേക്കാളും അപ്പുറമായി ഞങ്ങൾ രണ്ടുപേരുടെ അനുഭവങ്ങളും അങ്ങനെയാണ്, അച്ചാച്ചന്റെ അനുഭവങ്ങളും അങ്ങനെയാണ്. ഞങ്ങൾ ഈ സുവിശേഷ വേലയ്ക്ക് സമ്പൂർണ്ണമായിട്ട് ഇറങ്ങി തിരിച്ച് അവിടെ എല്ലാം കൂടെ ഇരുന്ന ഒരു കരയേ ഉള്ളൂ, വിശ്വസ്തനായി നമ്മളെ സ്നേഹിക്കുന്ന, ഏതൊരവസ്ഥയിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന, ഏതൊരു കാര്യവും നന്നായി ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ യേശു അപ്പച്ചൻ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. അപ്പൊ ആ നിത്യരക്ഷയിലേക്ക് എന്നെയും ദൈവം ചേർത്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് ആ അരുളപ്പാട് കേട്ട് ഞാനും ദൈവത്തിന് വേണ്ടി ഒപ്പം വന്നവരും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ മാറിപ്പോയി എങ്കിലും എൻ്റെ ദൈവം എന്നെ നിലനിർത്തിയതാണ്. കുഴിഞ്ഞ ചേറ്റിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും കരം പിടിച്ചുയർത്തിയ ദൈവമാണ്. അരോമ ടിവിയിലെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഏതൊരവസ്ഥയിലും, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഏതൊരു പൊസിഷനിലായിരിക്കട്ടെ, ജോലിയിലായിരിക്കാം, സുവിശേഷ വേലയിലായിരിക്കാം, ഇവാഞ്ചലിസം ചെയ്യുകയായിരിക്കാം, ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അവസ്ഥകളിൽ നമ്മളുടെ ദൈവത്തിന് അങ്ങനെ വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. എൻ്റെ അച്ചാച്ചൻ ഏതൊരു അവസ്ഥ വന്നാലും നമ്മൾ രഹസ്യത്തില് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുക, വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത് ഞങ്ങൾ സഭയിൽ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. ആ സമയങ്ങളിലൊക്കെ ആ ഒന്നാമനായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ദൃശ്യ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനും ആ വെച്ച വിഷയത്തിന് മേല് ഒരാളത്വമായിട്ട് തന്നെ ആ വിഷയത്തെ മറുപടി കണ്ട് സന്തോഷിപ്പാനും ദൈവം അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾക്കും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആരോമ ടിവിയിലെ എൻ്റെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, നമ്മുടെ വചനം നമ്മളോട് സംസാരിച്ച് നമ്മൾ അറിഞ്ഞ ആ സത്യത്തിന് വേണ്ടി ഏതൊരവസ്ഥയിലും കഷ്ടം വരും, രോഗം വരും, സാമ്പത്തിക പ്രതിസന്ധി വരും, അവിടെയൊന്നും നമ്മൾ മടുത്തും ക്ഷീണിച്ചും പോകാതെ നമ്മുടെ ദൈവത്തോട് പറ്റിയിട്ട് നമ്മൾ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ ദൈവം നമുക്ക് മറുപടികളെ തന്ന ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യമായ അവസ്ഥകളെല്ലാം വിട്ടിട്ട് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അത് നമ്മൾ ഇരുളിലായിരുന്ന അവസ്ഥയിൽ നിന്ന് ജീവന്റെ വെളിച്ചത്തിലേക്ക് ജീവൻ നൽകി തന്ന, വെളിച്ചം പകർന്നു തന്ന ഒരു യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ ആ ഇരുട്ടിന്റെ അവസ്ഥകളെ വിട്ട് കടന്നു വന്നവരാ. ആ വെളിച്ചത്തിൽ വസിപ്പാൻ അതിനുള്ള കൃപകളും കൃപാവരങ്ങളും നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് പകർന്നു തരേണ്ടതിനായിട്ട് നമുക്ക് ഈ നാളുകളിൽ നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ 5-ാം വചനം ഇങ്ങനെ പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ. നമ്മൾ ഇരുട്ടിൽ നിന്ന് വിട്ടു പോന്നവരാണ്. അപ്പൊ വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കിയെന്ന, അല്ലാതെ ഇരുള് വെളിച്ചത്തെ പിടിച്ചടക്കിയെന്നല്ല പറയുന്നത്. അപ്പൊ നമ്മള് ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ കൈവിട്ട് കളയുകയും ഉപേക്ഷിക്കുകയും രോഗം ശീലിപ്പിച്ച് അങ്ങനെയൊന്നും ഇരിപ്പാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം നിത്യജീവൻ പ്രാപിക്കുവാൻ വെളിച്ചമായി ഇറങ്ങി വന്ന് നമ്മെ ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ചവന് വേണ്ടി ഇനിയുള്ള സമയം നാം ഓരോരുത്തർക്കും ദൈവം എങ്ങനെ നമുക്ക് കാഴ്ചപ്പാട് തരുന്നോ, നമുക്കൊരു കൊച്ചു കാര്യമായിരിക്കാം നമ്മളെ രക്ഷിച്ച് നിത്യജീവൻ തന്ന നമ്മുടെ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുവോ അതുപോലെ ആയി തീരുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും, എല്ലാ പ്രേക്ഷകരോടും ഞാൻ അപേക്ഷിക്കുക. ഞങ്ങളെയും അതിനായി ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ഈ കൊച്ചു സന്ദേശം, എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അച്ചാച്ചൻ മുഖാന്തരം ഡാനിയൽ ജോൺ പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ആരോമ ടിവിയിൽ എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് ലഭിച്ചത്. ആരോമ ടി വി പ്രവർത്തകരോടും പ്രിയ കർത്തൃദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ എൻ്റെ കുടുംബത്തിന്റെ വകയായി ഞാൻ അറിയിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷിജി സ്റ്റാനി ഡിസൂസ സിസ്റ്റർ, എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രിയ സിസ്റ്ററിനുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ, കഷ്ടതയുടെ നടുവിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും കൈവിടാതെ കൂടെയിരുന്ന കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാനും ഇന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവം തിരഞ്ഞെടുത്തു, ദൈവമാക്കി വച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെ കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ, പല പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നു. അതിനൊക്കെ ഒരു പരിഹാരം, ശാശ്വതമായ പരിഹാരം കർത്താവ് തന്ന് സുവിശേഷ വേലയ്ക്ക്
ഏറെ ഇനിയും പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, അനേക ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് ആനയിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കുടുംബമായി ദൈവം അതിനായി സഹായിക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ഷിജി സിസ്റ്റർ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കവാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശുപ്പച്ചനെ നന്ദിയോടെ വാഴ്ത്തുന്നു. അരോമ ടിവിയിൽ സാക്ഷ്യം പ്രസ്താവിപ്പാൻ സ്വർഗീയ പിതാവ് എനിക്ക് ഒരുക്കി തന്ന ആ സാവകാശത്തിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രസ്താവിച്ച എൻ്റെ സാക്ഷ്യമൊക്കെയും ഓരോ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസരം തന്ന ദൈവത്തിനും അരോമ ടിവി പ്രവർത്തനത്തിനും എല്ലാം നന്ദിയും സ്നേഹവും എല്ലാം സമർപ്പിച്ചുകൊണ്ട്, സകല പ്രാർത്ഥനയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ. 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 താങ്ക് യു പ്രിയ ഷിജി സിസ്റ്റർ. ഇത്രത്തോളം സമയം ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തോന്നുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമായി കൂടെ മോഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടിക്കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com